Hello dears! അപ്പോൾ എല്ലാവർക്കും ന്യൂട്ടൺസിന്റെ ക്ലാസ്സിലേക്ക് സ്വാഗതം. മിസ് ഇന്ന് വന്നിരിക്കുന്നത് 8ാം ക്ലാസ്സിലെ പാരലലോഗ്രാം അഥവാ സമാന്തരികങ്ങൾ എന്ന് പറയുന്ന ചാപ്റ്റർ ആയിട്ടാണ്. അപ്പോൾ ഈ ഒരു ക്ലാസ്സിൽ വരക്കുന്ന ക്വസ്റ്റ്യൻസ് ഒന്നും ഉണ്ടാവത്തില്ല. പ്രോബ്ലം ക്വസ്റ്റ്യൻസും പ്രൂഫ് ക്വസ്റ്റ്യൻസ് ആണ് ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. ആൻഡ് വരക്കുന്ന ക്വസ്റ്റ്യൻസ് ആയിട്ട് അടുത്ത ക്ലാസ് ആയിട്ട് അശ്വതി മിസ് നിങ്ങളുടെ അടുത്ത് വരുന്നതായിരിക്കും കേട്ടോ. ഓക്കെ, അപ്പോൾ വേഗം തന്നെ നമുക്ക് ചാപ്റ്ററിലേക്ക് കടന്നാലോ. അപ്പോൾ നമുക്ക് നോക്കാം, എന്താണ് ഈ പാരലലോഗ്രാം അല്ലെ, സമാന്തരികങ്ങൾ എന്ന് പറഞ്ഞാൽ. ആദ്യം പാരലലോഗ്രാമിലേക്ക് വരുന്നതിന് മുൻപ് വാട്ട് യു മീൻ ബൈ ക്വാഡ്രിലാറ്ററൽ? ചതുർഭുജം എന്ന് പറഞ്ഞാൽ എന്താണ്? ക്വാഡ്രിലാറ്ററൽ മീൻസ് 4 സൈഡ്സും 4 ആംഗിൾസും വരുന്ന ഏതൊരു ഫിഗറിനെയും നമ്മൾ ചതുർഭുജം അഥവാ ക്വാഡ്രിലാറ്ററൽ എന്ന് പറയും. ഓക്കെ അല്ലേ? 4 സൈഡ്സ് ആൻഡ് 4 ആംഗിൾസ്, 4 വശങ്ങളും 4 കോണുകളും വരുന്ന ഒരു ഫിഗറിനെ ക്വാഡ്രിലാറ്ററൽ എന്ന് പറയുന്നു. പാരലലോഗ്രാം നമുക്കറിയാം അല്ലേ, അവനും 4 സൈഡ്സും 4 ആംഗിൾസ് ഉണ്ട്. സോ ക്വാഡ്രിലാറ്ററലിനെ നമ്മൾ എപ്പോഴാണ് ഒരു പാരലലോഗ്രാം എന്ന് പേരിട്ട് വിളിക്കുന്നത്? അവനൊരു പ്രത്യേകതകളൊക്കെ വരുമ്പോഴാണ് അല്ലേ. യെസ്, അപ്പോൾ എന്താണ് നമ്മുടെ പാരലലോഗ്രാമിന്റെ സ്പെഷ്യാലിറ്റീസ് എന്ന് നമുക്ക് നോക്കിയേക്കാം. അതായത് എനി ക്വാഡ്രിലാറ്ററൽ, അതായത് ഏതൊരു ചതുർഭുജം എടുത്തു കഴിഞ്ഞാലും വിത്ത് പെയർസ് ഓഫ് ഓപ്പോസിറ്റ് സൈഡ്സ് ആർ ഈക്വൽ is a parallelogram. അതായത് പാരലലോഗ്രാമിന്റെ പ്രത്യേകതകൾ മിസ് ജസ്റ്റ് ഒന്ന് പറഞ്ഞു തന്നേക്കാം. അതായത് ദ പാരലലോഗ്രാം എന്ന് പറയുന്ന ആളുടെ രണ്ട് ജോഡി എതിർവശങ്ങൾ സമാന്തരവുമായിരിക്കും, അതുപോലെ തന്നെ തുല്യവുമായിരിക്കും. 2 pairs അല്ലെ, ഓപ്പോസിറ്റ് സൈഡ്സ് ആർ പാരലൽ ആൻഡ് ഈക്വൽ. അതായത് നോക്കാം, ഈ ഒരു സൈഡും അതുപോലെ തന്നെ അവന്റെ എതിരെ വരുന്ന ഈ ഒരു സൈഡും പാരലലും ആയിരിക്കും, അതുപോലെ തന്നെ ഈക്വലുമായിരിക്കും, തുല്യവുമായിരിക്കും. സെയിം തന്നെ ഈ ഒരു വശവും അവൻ ഓപ്പോസിറ്റ് വരുന്ന ഈ ഒരു വശവും പാരലൽ ആൻഡ് ഈക്വൽ തന്നെയായിരിക്കും. ഓക്കെ, അപ്പോൾ ഒരു ക്വാഡ്രിലാറ്ററൽ, അതായത് 4 സൈഡും 4 ആംഗിൾസും വരുന്ന ഈ ഒരു ഫിഗറിനെ പാരലലോഗ്രാം എന്ന് വിളിക്കുന്നത് എപ്പോഴാണ്? ഓപ്പോസിറ്റ് സൈഡ്സ് ആർ പാരലൽ ആൻഡ് ഈക്വൽ. എതിർവശങ്ങൾ എന്തായിരിക്കണം? തുല്യവും സമാന്തരവുമായിരിക്കണം. അങ്ങനെ വരുന്ന ഫിഗേഴ്സിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്? പാരലലോഗ്രാം എന്ന് പറയുന്നത്. ക്ലിയർ ആണല്ലോ. ആൻഡ് പാരലലോഗ്രാമിന് കുറച്ചുകൂടി സ്പെഷ്യാലിറ്റീസ് എല്ലാം ഉണ്ട് കേട്ടോ. അതായത് നമുക്ക് ഇവിടെ ഒരു റെക്റ്റാങ്കിൾ ചതുരം തന്നിട്ടുണ്ട് അല്ലേ. ചതുരം എന്ന് പറയുന്നതും ഒരു പാരലലോഗ്രാം ആണ്. പാരലലോഗ്രാമിന്റെ മറ്റൊരു പ്രത്യേകതയാണ് ഓപ്പോസിറ്റ് സൈഡ്സ് ആർ ഈക്വൽ ആൻഡ് പാരലൽ എന്ന് നമ്മൾ പഠിച്ചു അല്ലെ. എതിർവശങ്ങൾ തുല്യവും സമാന്തരവുമാണെന്ന് പഠിച്ചു. കൂടാതെ ഓപ്പോസിറ്റ് ആംഗിൾസ് ആർ ഓൾസോ ഈക്വൽ, അതായത് എതിർ കോണുകളും തുല്യമായിരിക്കും. ക്ലിയർ ആണല്ലോ, ഓക്കെ ആണല്ലോ. ബാക്കി എല്ലാം വഴിയെ നമ്മൾ പഠിച്ചു വരും കേട്ടോ. ഇത്രയും കാര്യങ്ങൾ നന്നായിട്ട് തന്നെ ഒന്ന് പഠിക്കുക. എന്തൊക്കെയാണ് നമ്മളിപ്പോൾ പഠിച്ചത്? ഓപ്പോസിറ്റ് സൈഡ്സ് ആർ പാരലൽ ആൻഡ് ഈക്വൽ, എതിർവശങ്ങൾ തുല്യവും സമാന്തരവുമായിരിക്കും. അതായത് ഇവനൊരു 10 സെന്റിമീറ്റർ ആണെങ്കിൽ ഇവനും 10 സെന്റിമീറ്റർ തന്നെയായിരിക്കും. ഇവനൊരു 7 സെന്റിമീറ്റർ ആണെങ്കിൽ ഇവനും 7 സെന്റിമീറ്റർ തന്നെയായിരിക്കും. ഓക്കെ, എന്താ ഈ ഒരു ആംഗിൾ ഇവനൊരു 80 ഡിഗ്രി ആണെങ്കിൽ അവന്റെ എതിർകോണും, അതായത് ഓപ്പോസിറ്റ് ആംഗിളും 80 ആയിരിക്കും. ആൻഡ് ഇവിടെ 100 ഡിഗ്രി, അതായത് ഇവരെ തമ്മിൽ കൂട്ടുമ്പോൾ നമുക്ക് എന്താ കിട്ടണം? 180 കിട്ടണം. ഒരെണ്ണം 80 ആണെങ്കിൽ അടുത്തവൻ 100 ആയിരിക്കും അല്ലേ. അപ്പോൾ ഇവൻ 100 ആണെങ്കിൽ അവൻ ഓപ്പോസിറ്റ് വരുന്ന ആംഗിളും 100 ഡിഗ്രി തന്നെ ആയിരിക്കും. ഓക്കെ, അപ്പോൾ 3 പോയിന്റ്സ് മിസ് ഇപ്പോൾ പറഞ്ഞു. പാരലലോഗ്രാം സമാന്തരികങ്ങളുടെ പ്രത്യേകത എന്താണ്? ഓപ്പോസിറ്റ് സൈഡ്സ് ആർ പാരലൽ ആൻഡ് ഈക്വൽ, ഓപ്പോസിറ്റ് ആംഗിൾസ് ആർ ഓൾസോ ഈക്വൽ. ക്ലിയർ? ഓക്കെ, ഇവിടെ എപ്പോഴാണ് റെക്റ്റാങ്കിൾ വന്നതല്ലേ. അപ്പോൾ റെക്റ്റാങ്കിളിന്റെ പ്രത്യേകതയും പാരലലോഗ്രാമിന്റെ പ്രത്യേകതയും സെയിം തന്നെയല്ലേ. ദാറ്റ് മീൻസ് റെക്റ്റാങ്കിൾ എന്ന് പറയുന്നത് ഒരു പാരലലോഗ്രാം തന്നെയാണ്. നമുക്കൊന്ന് ചെക്ക് ചെയ്ത് നോക്കിയാലോ. പാരലലോഗ്രാമിന്റെ പ്രോപ്പർട്ടി ആയ ഓപ്പോസിറ്റ് സൈഡ്സ് ആർ പാരലൽ ആൻഡ് ഈക്വൽ. അതെ, ചതുരം റെക്റ്റാങ്കിളിന്റെ എതിർവശങ്ങൾ തുല്യവും സമാന്തരവുമാണ്. ഓപ്പോസിറ്റ് സൈഡ്സ് പാരലലും ഈക്വൽ നമ്മൾ പഠിച്ചിട്ടുണ്ട് അല്ലേ. ഈ ഒരു ബ്രെഡ്ത്തും ഈ ഒരു ബ്രെഡ്ത്ത് അല്ലെ, 2 വശങ്ങളും, അതായത് വീണ്ടും നമ്മൾ പറയുന്നു ഓപ്പോസിറ്റ് സൈഡ്സ് എന്ത് തന്നെയാണ്? പാരലലും ഈക്വലുമാണ്. ഇനി ഓപ്പോസിറ്റ് ആംഗിൾസ് ഓൾസോ ഈക്വൽ, അതായത് റെക്റ്റാങ്കിളിന്റെ എല്ലാ കോണുകളും നമുക്കറിയാം 90 ഡിഗ്രി ആണെന്ന്. ദാറ്റ് മീൻസ് നോക്കുക, ഓപ്പോസിറ്റ് ആംഗിൾസ് ഈക്വൽ ആണ്, എതിർകോണുകൾ തുല്യമാണ്. അപ്പോൾ റെക്റ്റാങ്കിൾ എന്ന് പറയുന്നത് ഒരു പാരലലോഗ്രാം തന്നെയാണ് അല്ലെ. പക്ഷേ പാരലലോഗ്രാമിന് എങ്ങനെയാ റെക്റ്റാങ്കിൾ എന്ന് പേരിട്ടത്? അതായത് ഈ പാരലലോഗ്രാമിന്റെ എല്ലാ ആംഗിൾസും 90 ഡിഗ്രി ആയാൽ ആ ഒരു പാരലലോഗ്രാം എന്ന് പറയുന്നത് റെക്റ്റാങ്കിൾ എന്ന് നമുക്ക് പറയാൻ സാധിക്കും. ക്ലിയർ ആണല്ലോ, ഓക്കെ ആണല്ലോ, കൺഫ്യൂഷൻ ഒന്നുമില്ലല്ലോ. പാരലലോഗ്രാമിന്റെ പ്രത്യേകത ഓപ്പോസിറ്റ് സൈഡ്സ് പാരലൽ ഈക്വൽ, അതുപോലെ തന്നെ ഓപ്പോസിറ്റ് ആംഗിൾസ് ഈക്വൽ ആണ്. ഇതെല്ലാ കാര്യങ്ങളും തന്നെയാണ് റെക്റ്റാങ്കിളിലും വരുന്നത്. പക്ഷേ ഒരു പ്രത്യേകത കൂടിയുണ്ട്. അതുകൊണ്ടാണ് പാരലലോഗ്രാം റെക്റ്റാങ്കിളായി മാറാൻ കാരണം. എന്താ കാരണം? ഇവിടെ എത്ര ഡിഗ്രി ആണ്?
90 ഡിഗ്രി ആകണം. അപ്പോൾ ഈ ചരിഞ്ഞിരിക്കുന്ന പാരലലോഗ്രാം 90 ഡിഗ്രി എന്ന് പറയുമ്പോൾ സ്ട്രെയിറ്റ് ആവും. ദാറ്റ് മീൻസ് അതൊരു റെക്റ്റാങ്കിൾ ആയിട്ട് മാറും. ക്ലിയർ ആണല്ലോ. അതുപോലെ തന്നെയാണ് സ്ക്വയർ. ഓക്കെ, സമചതുരം എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ ഇത്രയും കാര്യങ്ങൾ ക്ലിയർ ആയി എന്ന് ഞാൻ കരുതുന്നു. ഇനി നമുക്ക് നെക്സ്റ്റ് വൺ, ഇവന്റെ ഡയഗണൽസ്, വികർണങ്ങളുടെ പ്രത്യേകത എന്താന്ന് നോക്കാം. ഓക്കെ, അതായത് എന്താ നോക്കാം. എനി പാരലലോഗ്രാം, ഏതൊരു സമാന്തരികം എടുത്തു കഴിഞ്ഞാലും ഡയഗണൽസ് ബൈസെക്ട് ഈച്ച് അതർ. ഇറ്റ്സ് വെരി വെരി ഇമ്പോർട്ടൻറ്റ് പോയിന്റ്. അതായത് ഇവരുടെ വികർണങ്ങൾ സമഭാഗം ചെയ്യുന്നു. അതായത് ഡയഗണൽസ് വരച്ചു കഴിഞ്ഞാൽ ഇതൊരു 10 സെൻറ്റിമീറ്റർ ആണെങ്കിൽ ഇവനും 10 സെൻറ്റിമീറ്റർ തന്നെ ആയിരിക്കും. ദാറ്റ് മീൻസ് ആ ടോട്ടൽ 20 സെൻറ്റിമീറ്ററിനെ പകുതി ആക്കുന്നു എന്നാണ് അർത്ഥം. ഓക്കെ, ഇനി ഇതാ ഈ ഒരു സൈഡ് ഇത് ടോട്ടൽ 16 സെൻറ്റിമീറ്റർ ഉണ്ടെങ്കിൽ ഇവനെയും പകുതി ആക്കുന്നു. 8 സെൻറ്റിമീറ്റർ. അതായത് ഡയഗണൽസ് ഇന്റർസെക്റ്റ് ചെയ്യുന്ന പോയിന്റ്, അതായത് ഡയഗണൽസ് രണ്ടുപേരും മുറിക്കുന്നത് തുല്യമായിട്ടാണ്. അതായത് തുല്യമായി ഭാഗിച്ചുകൊണ്ടാണ് ഈ ഡയഗണൽസ് കട്ട് ചെയ്ത് പോകുന്നത്, പാസ് ചെയ്ത് പോകുന്നത്. ക്ലിയർ ആണല്ലോ. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് നമ്മൾ പഠിച്ചത്. അപ്പോൾ എന്തൊക്കെയാണ് പഠിച്ചത് ജസ്റ്റ് ഒന്ന് നോക്കിയേക്കാം. പാരലലോഗ്രാമിന്റെ പ്രത്യേകത, ഓപ്പോസിറ്റ് സൈഡ്സ് പാരലൽ ആണ്, അതുപോലെ തന്നെ ഈക്വലുമാണ്. എതിർവശങ്ങൾ തുല്യവും സമാന്തരവുമാണ്. എതിർ കോണുകളും തുല്യമാണ്. അതായത് ഓപ്പോസിറ്റ് ആംഗിൾസും ഈക്വൽ ആണ്. ഇപ്പോൾ ലാസ്റ്റ് പഠിച്ച പ്രത്യേകത എന്തായിരുന്നു? ഇവരുടെ ഡയഗണൽസ് എന്താണ്? സമഭാഗം ചെയ്യുന്നു. അതായത് ഇവരുടെ ഡയഗണൽസ്, വികർണങ്ങൾ എന്താണ്? ബൈസെക്റ്റ് ചെയ്യുന്നുണ്ട്. ഇത്രയും പോയിന്റ്സ് ക്ലിയർ ആണല്ലോ. ഓക്കെ, ഇനി നമുക്ക് ധൈര്യമായിട്ട് നമുക്ക് ടെക്സ്റ്റ് ബുക്കിലെ ക്വസ്റ്റ്യൻസിലേക്ക് കിടക്കാം. അപ്പോൾ ഫസ്റ്റ് ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത്, പ്രൂവ് ദാറ്റ് if the diagonal of a parallelogram are of the same length. ഓക്കെ, പാരലലോഗ്രാമിൻ്റെ ഡയഗണൽസ്, വികർണങ്ങൾ സെയിം ലെങ്ത് ആയാൽ അതൊരു റെക്റ്റാങ്കിൾ ആയിട്ട് മാറുമോ? അതൊരു റെക്റ്റാങ്കിൾ ആണോ എന്നാണ് ചോദ്യം. നമുക്കതൊന്ന് റെക്റ്റാങ്കിൾ തന്നെ ഒന്ന് വരച്ച് നോക്കിയേക്കാം. അപ്പോൾ നമുക്ക് ആ ഒരു ഫിഗർ ഒന്ന് വരക്കാം. ജസ്റ്റ് ഞാനൊരു ABCD എന്ന് പറയുന്ന ഒരു റെക്റ്റാങ്കിൾ വരക്കുന്നുണ്ട്. ഇത് ആക്ച്വലി സിമ്പിൾ ക്വസ്റ്റ്യൻ ആണ്. നമുക്കറിയാം അതൊരു റെക്റ്റാങ്കിൾ ആവുമെന്ന് നമുക്കറിയാം. അത് ഒന്ന് പ്രൂവ് ചെയ്തെടുക്കണം. അപ്പോൾ ഞാൻ എന്താ ഒരു റെക്റ്റാങ്കിൾ വരക്കുന്നുണ്ട്. ABCD നമ്മൾ എപ്പോഴും കൊടുക്കുന്ന പേരാണ് ABCD. ഓക്കെ, ഒരു റെക്റ്റാങ്കിൾ വരക്കാം. ABCD എന്ന് പറയുന്ന റെക്റ്റാങ്കിൾ. ABCD. ഓക്കെ, ഇവരുടെ ഡയഗണൽസ്, വികർണങ്ങൾ ഒരേ അളവിലാണെന്നാണ് പറയുന്നത്. അപ്പോൾ ഞാൻ ഡയഗണൽസ് വരക്കാൻ പോവുകയാണേ. ഡയഗണൽ വരക്കാൻ പോകുന്നു. AC വികർണം, അതുപോലെ തന്നെ രണ്ടാമത്തെ ഡയഗണലായ BDയും വരച്ചു. ഇനി നമുക്ക് ഈ ABCD എന്ന് പറയുന്നത് എന്താണെന്ന് തെളിയിക്കണം. ഇവൻ ഒരു റെക്റ്റാങ്കിൾ ആണോ ചതുരമാണോ എന്ന് തെളിയിക്കണം. ഓക്കെ, അപ്പോൾ നമുക്ക് ചതുരമാണോ എന്ന് തെളിയിക്കാം. അപ്പോൾ ഈ ഡയഗണൽസ് സെയിം ലെങ്ത്തിലാണ്. ഓക്കെ, ആ ഒരു കാര്യം നമുക്ക് ക്വസ്റ്റ്യനിൽ തന്നിട്ടുണ്ട്. ഇനി പാരലലോഗ്രാം എപ്പോഴാണ് റെക്റ്റാങ്കിൾ ആവുന്നത്? മിസ് തൊട്ട് മുന്നേ പറഞ്ഞല്ലേ എത്ര ഡിഗ്രി ആകണം? അവൻ്റെ ആംഗിൾസ് 90 ഡിഗ്രി ആയാൽ പാരലലോഗ്രാം എന്ന് പറയുന്നത് എന്തായി മാറും? അതൊരു റെക്റ്റാങ്കിൾ ആയിട്ട് മാറും. ഓക്കെ, സൗണ്ട് കുറച്ച് കയറിപ്പോയോ? ഇല്ല. ഓക്കെ, അപ്പോൾ പാരലലോഗ്രാം എന്ന് പറയുന്നത് റെക്റ്റാങ്കിൾ ആയിട്ട് മാറും. അപ്പോൾ നമുക്ക് തെളിയിക്കേണ്ടത് എന്താണ്? ഇവൻ്റെ ആംഗിൾസ്, ഏതെങ്കിലും രണ്ട് ആംഗിൾസ് 90 ഡിഗ്രി ആണോ എന്ന് നമുക്ക് പ്രൂവ് ചെയ്തെടുക്കണം. സ്റ്റാർട്ട് ചെയ്യാം. ഓക്കെ, അപ്പോൾ ഞാനിവിടെ എടുക്കാൻ പോകുന്നത് രണ്ട് ട്രയാങ്കിൾസ് ആയിട്ട് കൺസിഡർ ചെയ്യാണ്. കൺസിഡർ ട്രയാങ്കിൾ ABC എന്ന് പറയുന്ന ഈ ഒരു ട്രയാങ്കിൾ ഞാനൊന്ന് ഡാർക്കൺ ചെയ്ത് തരാം. അപ്പോൾ നിങ്ങൾക്ക് പെട്ടെന്ന് മനസ്സിലാക്കി എടുക്കാൻ പറ്റും. ABC എന്ന് പറയുന്ന ട്രയാങ്കിൾ കണ്ടോ? ABC. യെസ്, ABC എന്ന് പറയുന്ന ഈ ഒരു ട്രയാങ്കിൾ ഞാൻ ദാ എടുത്തിട്ടുണ്ട്. ഇനി അടുത്തത് നെക്സ്റ്റ് വൺ എന്ന് പറയുന്നത് അപ്പുറത്തെ ട്രയാങ്കിളായ BDC എടുക്കാം. ട്രയാങ്കിൾ BDC. അതായത് ഈ ഒരു ട്രയാങ്കിൾ രണ്ടും ഞാൻ അതാ ഒന്ന് ഡാർക്ക് കളറിൽ കൊടുത്തിട്ടുണ്ട് നിങ്ങൾക്ക് പെട്ടെന്ന് മനസ്സിലാവാനായിട്ട്. ഓക്കെ, യെസ്. രണ്ട് ട്രയാങ്കിൾസ് കൺസിഡർ ചെയ്തിട്ടുണ്ട്. ഇനി നമുക്ക് നോക്കിയേക്കാം. നെക്സ്റ്റ് വൺ എന്ന് പറയുന്നത് ഈ രണ്ട് ട്രയാങ്കിൾസും എന്ത് ട്രയാങ്കിൾ ആണെന്ന് തെളിയിക്കണം? ഈക്വൽ ആണെന്ന് തെളിയിക്കണം. നമ്മൾ ഈക്വൽ ട്രയാങ്കിൾസിൽ പഠിച്ചതുണ്ടല്ലേ. ഈക്വൽ ട്രയാങ്കിൾസ് എന്ന് പറയുന്ന ചാപ്റ്ററിൽ പഠിച്ചിട്ടുണ്ട്. ഈക്വലായിട്ട് വരുന്ന സൈഡിന് ഓപ്പോസിറ്റ് വരുന്ന ആംഗിൾസ് ഈക്വൽ ആണ്, അല്ലെങ്കിൽ ഈക്വലായിട്ട് വരുന്ന ആംഗിൾസിന് ഓപ്പോസിറ്റ് വരുന്ന സൈഡ് ഈക്വൽ ആണെന്നൊക്കെ പഠിച്ചിട്ടുണ്ട്. ഞാൻ പറഞ്ഞതൊക്കെ തെറ്റിപ്പോയി തോന്നുന്നു. ഓക്കെ, ഞാൻ ജസ്റ്റ് ഒന്നുകൂടി ഒന്ന് പറഞ്ഞു തന്നേക്കാം. അതായത് രണ്ട് ട്രയാങ്കിൾസ് കൺസിഡർ ചെയ്തിട്ടുണ്ട്. ട്രയാങ്കിൾ ABCയും ട്രയാങ്കിൾ BDCയും. ഓക്കെ, ഈ രണ്ട് പേരും ഈക്വൽ ട്രയാങ്കിൾസ് ആണോ, തുല്യ ത്രികോണങ്ങളാണോ എന്നാണ് ഫസ്റ്റ് നമ്മൾ പ്രൂവ് ചെയ്യാൻ പോകുന്നത്. സ്റ്റാർട്ട് ചെയ്താലോ? SSS, SAS, ASA മറന്നിട്ടില്ലല്ലോ അല്ലേ? നമ്മൾ പഠിച്ചിട്ടുണ്ട് കേട്ടോ. ഓക്കെ, അപ്പോൾ നമ്മൾ ഒന്ന് ജസ്റ്റ് സെക്കൻഡ് ചാപ്റ്ററിലോട്ടൊന്ന് പോയിട്ട് വരാൻ പോകുന്നു.
എ ബി സി എന്ന് പറയുന്ന ട്രയാങ്കിളിൽ ബി സി എന്ന് പറയുന്ന സൈഡും ഡി ബി സിയിൽ ബി സി എന്ന് പറയുന്ന സൈഡും കോമൺ സൈഡാണ് അല്ലേ. അപ്പോൾ രണ്ടുപേരും ഈക്വൽ ആണ്. ഓക്കെ, ഓർമ്മ വന്നോ ഈ പ്രൂഫൊക്കെ? അപ്പോൾ ഞാൻ എഴുതാൻ പോകുന്നു ബി സി ഈക്വൽ ബി സി, കാരണം കോമൺ സൈഡ് പൊതുവശമാണ്. കോമൺ സൈഡ് പൊതുവശം, കാരണം രണ്ട് ട്രയാങ്കിളിലും വരുന്നൊരു സൈഡാണ്. നെക്സ്റ്റ് വൺ, എ ബി എന്ന് പറയുന്ന സൈഡും അതുപോലെ തന്നെ ഡി സി എന്ന് പറയുന്ന സൈഡും ഈക്വൽ ആണ്. അതെന്തുകൊണ്ടായിരിക്കും എ ബിയും ഡി സിയും ഈക്വൽ ആകും? കാരണം എ ബി സിയുടെ ഒരു പാരലലോഗ്രാം ആണല്ലേ. പാരലലോഗ്രാമിൻ്റെ ഓപ്പോസിറ്റ് സൈഡ്സ് ആർ ഈക്വൽ എന്ന് തൊട്ട് മുന്നേ നമ്മൾ പഠിച്ചു. അപ്പോൾ എ ബിയും സി ഡിയും ഈക്വൽ ആണ്, കാരണം അവർ പാരലലോഗ്രാമിൻ്റെ ഓപ്പോസിറ്റ് സൈഡ്സ് ആണ്, എതിർവശങ്ങളാണ്. അപ്പോൾ ബ്രാക്കറ്റിൽ എന്ത് ചെയ്താം? ഓപ്പോസിറ്റ് സൈഡ്സ് ഓഫ് പാരലലോഗ്രാം. ഞാൻ പാരലലോഗ്രാമും ഓപ്പോസിറ്റ് സൈഡ്സ് എന്നൊക്കെ ചെറുതാക്കി ഷോർട്ടാക്കിയിട്ടാട്ടോ എഴുതിയിരിക്കുന്നത്. ഓക്കെ, അപ്പോൾ അവർ രണ്ടുപേരും ഈക്വലായി. ഇനി ഒരാൾ കൂടി ഈക്വൽ ആണല്ലോ. നമ്മളോട് ക്വസ്റ്റ്യനിൽ പറയുന്നുണ്ട് ഇവരുടെ ഡയഗണൽസ് ഈക്വൽ ആണ്, വികർണങ്ങൾ തുല്യമാണെന്ന് ക്വസ്റ്റ്യനിൽ തന്നെ തന്നിട്ടുണ്ട്. അതായത് ഡയഗണൽ എ സിയും ഡയഗണൽ ബി ഡിയും ഈക്വൽ ആണ്. ഓക്കെ, ഞാൻ അത് എഴുതാൻ പോകുന്നു. എ സി ഈക്വൽ ബി ഡി ഗിവൺ തന്നിരിക്കുന്നു. അതായത് ക്വസ്റ്റ്യനിൽ തന്നെ തന്നിട്ടുണ്ട് ഡയഗണൽസ് ഈക്വൽ ആണ്. അപ്പോൾ നോക്കിക്കേ, ഈ രണ്ട് ട്രയാങ്കിൾസിലെയും എ ബി എന്ന് പറയുന്ന സൈഡും ഡി സി എന്ന് പറയുന്ന സൈഡും ഈക്വൽ ആണ്. ബി സി ഈക്വൽ ആണ്. എ സിയും ബി ഡിയും ഈക്വൽ ആണ്. ദാറ്റ് മീൻസ് രണ്ട് ട്രയാങ്കിൾസിൻ്റെയും മൂന്ന് വശങ്ങളും തുല്യമാണ്. പഠിച്ചിട്ടുണ്ട്. 3 sides of a triangle is equal to 3 sides of another triangle, then these triangles are equal triangles. ഒരു ത്രികോണത്തിൻ്റെ മൂന്ന് വശങ്ങൾ മറ്റു ത്രികോണത്തിൻ്റെ അല്ലെങ്കിൽ രണ്ടാമത്തെ ത്രികോണത്തിൻ്റെ മൂന്ന് വശങ്ങളോട് തുല്യമാണെങ്കിൽ ഇവർ തുല്യ ത്രികോണങ്ങളാണ്, ഈക്വൽ ട്രയാങ്കിൾസ് ആണ്. SSS റൂൾ ഓർമ്മ വന്നോടാ? ഓക്കെ, വന്നു എന്ന് ഞാൻ കരുതുന്നു. അപ്പോൾ ഞാൻ ജസ്റ്റ് SSS റൂൾ എന്ന് എഴുതുവാണേ. ബൈ SSS റൂൾ സൈഡ് മിസ് പറഞ്ഞത് എക്സ്പ്ലെയിൻ ചെയ്തൊന്ന് വേണമെങ്കിൽ ബാക്ക് അടിച്ചിട്ട് അത് എക്സ്പ്ലനേഷൻ വേണമെങ്കിൽ എടുത്തോളൂ, അല്ലെങ്കിൽ നിങ്ങളുടെ ടെക്സ്റ്റ് ബുക്കിൽ ഉണ്ട് കേട്ടോ ഈ ഒരു റൂളിൻ്റെ എക്സ്പ്ലനേഷൻ ഉണ്ട്. ബൈ SSS റൂൾ എന്ത് പറയാം? ട്രയാങ്കിൾ എ ബി സിയും അതുപോലെ തന്നെ ട്രയാങ്കിൾ ബി ഡി സി, ഓക്കെ, ബി ഡി സിയും ഈക്വൽ ആണ്. ഇതും നിങ്ങൾക്ക് സെൻറ്റൻസ് ആയിട്ട് എഴുതണമെങ്കിൽ എഴുതാട്ടോ, നോ പ്രോബ്ലം. ഓക്കെ, അപ്പോൾ രണ്ടുപേരും ഈക്വൽ ട്രയാങ്കിൾസ് ആണെന്ന് കിട്ടി. ഇതാ ഇത്രേ ഉള്ളൂ കേട്ടോ. ഇപ്പോൾ തന്നെ ആൻസറിലോട്ട് വരാൻ സാധിക്കും. ഈക്വൽ ട്രയാങ്കിൾസിൻ്റെ ഈക്വൽ ആയിട്ട് വരുന്ന സൈഡിന് ഓപ്പോസിറ്റ് വരുന്ന ആംഗിൾസ് ആർ ഓൾസോ ഈക്വൽ. അതായത് ഇവിടെ നമ്മൾ ഓൾറെഡി പറഞ്ഞു എ സിയും ബി ഡിയും ഈക്വൽ ആണ്. ഞാൻ ഒന്നുകൂടി എഴുതുവാണേ. എ സി ഈക്വൽ ടു ബി ഡി ഈക്വൽ ആണെന്ന് പറഞ്ഞു. രണ്ട് വശങ്ങളും തുല്യമാണ് അല്ലേ. എ സിയും ബി ഡിയും ഈക്വൽ ആണ്. അപ്പോൾ ഈ രണ്ട് വശങ്ങൾക്ക് എതിരെ വരുന്ന ആംഗിൾസും ഈക്വൽ ആയിരിക്കും. നോക്കിയേക്കാം, എ സി എന്ന് പറയുന്ന സൈഡിന് ഓപ്പോസിറ്റ് കിടക്കുന്ന ആംഗിൾ ബി അല്ലേ, ഇവൻ എന്തിനോട് ഈക്വൽ ആയിരിക്കും? ബി ഡിയുടെ ഓപ്പോസിറ്റ് കിടക്കുന്ന ആംഗിൾ സിനോട് ഈക്വൽ ആയിരിക്കും. മനസ്സിലായ? അതായത് എ സി എന്ന് പറയുന്ന സൈഡ് നോക്കിയേ, അവൻ്റെ ഓപ്പോസിറ്റ് വരുന്നത് ആംഗിൾ ബി ആണ്. അതുപോലെ ബി ഡി നോക്കിക്കേ, അവൻ്റെ ഓപ്പോസിറ്റ് വരുന്നത് ആംഗിൾ സി ആണ്. അപ്പോൾ ഞാൻ അതാ എടുത്ത് എഴുതുന്നു. എ സിക്ക് ഓപ്പോസിറ്റ് വരുന്ന ആംഗിൾ ബിയും ബി ഡിക്ക് ഓപ്പോസിറ്റ് വരുന്ന ആംഗിൾ സിയും തുല്യമായിരിക്കും. ക്ലിയർ ആണോ? ഓക്കെ ആണല്ലോ. അപ്പോൾ ഇത്രയും കാര്യങ്ങൾ ക്ലിയർ ആയെന്ന് കരുതുന്നു. ഇനി നെക്സ്റ്റ് പ്രോപ്പർട്ടി ആണ് ഇവരെ തമ്മിൽ കൂട്ടുമ്പോൾ അല്ലെ, ആ ഒരു ബേസിൽ രണ്ട് ആംഗിൾസും പാരലലോഗ്രാമിനെ കൂട്ടുമ്പോൾ നമുക്ക് 180 ഡിഗ്രിയാണ് കിട്ടേണ്ടത്. അതായത് ഈ ആംഗിൾ ബിയും ആംഗിൾ സിയും കൂട്ടുമ്പോൾ 180 ഡിഗ്രിയാണ്. അത് നമ്മൾ പഠിച്ചിട്ടുണ്ട് അല്ലേ. അപ്പോൾ ഞാൻ എഴുതാൻ പോകുന്നു ആംഗിൾ ബി പ്ലസ് ആംഗിൾ സി എന്ന് പറയുന്നത് എത്രയാണ്? 180 ഡിഗ്രി. ഇപ്പോൾ എനിക്ക് ആംഗിൾ ബിയും സിയും അറിയില്ല കേട്ടോ, ഇവിടെ നമുക്ക് കൊടുക്കേണ്ട ആവശ്യമില്ല, എന്നാൽ ഞാൻ കൊടുക്കുകയാണേ. ആംഗിൾ ബി എക്സ് ഡിഗ്രി ആണെങ്കിൽ ആംഗിൾ സിയും എക്സ് ഡിഗ്രി ആയിരിക്കും, കാരണം രണ്ടുപേരും തുല്യമാണെന്ന് നമ്മൾ പറഞ്ഞു. അപ്പോൾ നോക്കാം, ആംഗിൾ ബിയും ആംഗിൾ സിയും കൂട്ടുമ്പോൾ 180 ഡിഗ്രിയാണ്. അതായത് ആംഗിൾ ബി ഞാൻ എക്സ് ആയിട്ട് എടുത്തിട്ടുണ്ട്, ആംഗിൾ സിയും എക്സ് ആണ്, രണ്ടുപേരും തുല്യമാണ്. അവരെ കൂട്ടുമ്പോൾ 180 ഡിഗ്രി കിട്ടും. എക്സ് പ്ലസ് എക്സ് എത്ര എക്സ് ആണ്? 2x ഇസ് ഈക്വൽ ടു 180 ഡിഗ്രി. ഇതിൽ നിന്ന് എക്സ് കണ്ടുപിടിക്കാൻ ഇൻറ്റു 2 ഈക്വൽ ടു അപ്പുറത്തോട്ട് പോകുമ്പോൾ എന്താകും? ഡിവൈഡഡ് ബൈ 2. സോ എക്സ് എന്ന് പറയുന്നത് എത്ര ഡിഗ്രി കിട്ടോടാ? 90 ഡിഗ്രി. അതായത് എക്സ് എന്ന് പറയുന്നത് ഏതൊക്കെ ആംഗിൾസ് ആണ്? ആംഗിൾ ബിയും ആംഗിൾ സിയും. അതായത് ഈ രണ്ട് പേരുടെയും ആംഗിൾ എന്ന് പറയുന്നത് 90 ഡിഗ്രി ആണ്. അപ്പോൾ ഈ രണ്ടുപേരും 90 ഡിഗ്രി ആണെങ്കിൽ എയും ഡിയും ഓൾസോ 90 ഡിഗ്രി ആയില്ലേ. അപ്പോൾ 90 ഡിഗ്രി ആയാൽ പാരലലോഗ്രാമിൻ്റെ എല്ലാ സൈഡും 90 ഡിഗ്രി ആയാൽ അതെന്തായി? അവനൊരു റെക്റ്റാങ്കിൾ ആയി, അവനൊരു ചതുരമായി. ഇതല്ലേ ക്വസ്റ്റ്യനിൽ പ്രൂവ് ചെയ്യാൻ പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ ഇതുപോലെ എഴുതി അവസാനിപ്പിക്കുക. എന്നിട്ട് എന്ത് ചെയ്താൽ
ഫോർ ഓൾ ആംഗിൾസ് ആർ 90 ഡിഗ്രി അല്ലെ 90 ഡിഗ്രി. നിങ്ങൾ ഓൺവേർഡ്സിൽ എഴുതാം കേട്ടോ, ഓൺവേർഡ്സിലൊക്കെ എഴുതി പഠിക്കാം കേട്ടോ. ഇനി നമ്മൾ ഓൾറെഡി ഈക്വൽ ട്രയാങ്കിൾസിലൊക്കെ പഠിച്ചിട്ടുണ്ട് ഓൺവേർഡ്സിലേക്ക് ഈ പ്രൂഫ് കാര്യങ്ങളൊക്കെ എഴുതാനായിട്ട്. ഒന്ന് ട്രൈ ഔട്ട് ചെയ്യുക. എന്താണ് 90 ഡിഗ്രി ആണ്. ദെർഫോർ ABCD ഇസ് എ റെക്റ്റാങ്കിൾ. ABCD ഒരു ചതുരമാണ്. സിമ്പിൾ വേർഡ്സിൽ അങ്ങ് എഴുതി അങ്ങ് അവസാനിപ്പിക്കുക. ഹാൻഡ്സ് പ്രൂവ്ഡ്, കഴിഞ്ഞു. ഓക്കെ, അപ്പോൾ ഇത് എക്സ് എടുത്ത് ചെയ്തില്ലെങ്കിലും കുഴപ്പമില്ല കേട്ടോ. ഇത്രയും എഴുതിയിട്ട് രണ്ടുപേരും തുല്യമാണെന്ന് ഓൾറെഡി ഉണ്ട്. അപ്പോൾ 180 രണ്ടുപേർക്കും തുല്യമായിട്ട് ഭാഗിച്ചു കൊടുത്താൽ മതി. 180/2 അതായത് 90 ഡിഗ്രി. ഇത്രയും എഴുതിയാലും ആൻസർ കറക്റ്റ് ആണ് കേട്ടോ. ഇങ്ങനെ വെച്ച് അവസാനിപ്പിക്കണമെങ്കിൽ ഇങ്ങനെ വെച്ച് അവസാനിപ്പിക്കാം, നോ പ്രോബ്ലം. അപ്പോൾ സെറ്റ് ആണല്ലോ, ക്ലിയർ ആണല്ലോ. ഈ ഒരു ക്വസ്റ്റ്യൻ മനസ്സിലായി എന്ന് കരുതുന്നു. ഇനി നമുക്ക് അടുത്ത ചോദ്യത്തിലോട്ട് പോയാലോ. ഓക്കെ, അപ്പോൾ പ്രൂഫ് ക്വസ്റ്റ്യൻ അധികം ഒന്നും എടുത്തിട്ടില്ല. ഇതും അതുപോലെ തന്നെ ട്രപ്പീസിയം എന്ന് പറയുന്ന ചാപ്റ്റർ ഉണ്ടല്ലോ, അടുത്ത ചാപ്റ്ററും നമുക്ക് സെയിം ഏകദേശം ഈക്വൽ ട്രയാങ്കിൾസ് ആയിട്ട് ബേസ് ചെയ്തിട്ടുള്ള പ്രൂഫ് ക്വസ്റ്റ്യൻസ് ആണ് എല്ലാത്തിൻ്റെയും പ്രോപ്പർട്ടി പഠിക്കുക. അതായത് പാരലലോഗ്രാമിൻ്റെ ഓപ്പോസിറ്റ് സൈഡ്സ് പാരലലും ഈക്വലുമാണ്, ആംഗിൾസ് ഓപ്പോസിറ്റ് ആംഗിൾസ് ഈക്വൽ ആണ്, ഡയഗണൽസ് ബൈസെക്ട് ചെയ്യുന്നുണ്ട്. അങ്ങനെ കുറച്ച് പ്രൂഫ് അല്ല, അതിൻ്റെ പ്രോപ്പർട്ടീസ് ഇല്ലേ, അതിൻ്റെ സ്പെഷ്യാലിറ്റീസ് ഇല്ലേ, അതൊന്നും പഠിച്ചു കഴിഞ്ഞാൽ പ്രൂഫ് ക്വസ്റ്റ്യൻ അടിപൊളിയായിട്ട് നിങ്ങൾക്ക് ചെയ്യാൻ പറ്റും കേട്ടോ. ഓക്കെ, അപ്പോൾ നമുക്ക് അടുത്ത ചോദ്യത്തിലോട്ട് പോയാലോ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. ഓക്കെ, അപ്പോൾ ആ നെക്സ്റ്റ് ക്വസ്റ്റിലേക്ക് പോകുന്നതിന് മുൻപ് ഇവൻ്റെ ഏരിയയുടെ ഇക്വേഷൻ കൂടി പഠിക്കണം, കാരണം ഏരിയയുടെ ക്വസ്റ്റ്യൻസ് ആണ്. നോക്കിയേക്കാം. അപ്പോൾ എന്താണ് പരപ്പളവ് അഥവാ ഏരിയ ഓഫ് എ പാരലലോഗ്രാം? ദി ഏരിയ ഓഫ് എ പാരലലോഗ്രാം ഈസ് ദി പ്രൊഡക്റ്റ് ഓഫ് ദി ലെങ്ത് ഓഫ് വൺ സൈഡ് ആൻഡ് ഇറ്റ്സ് ഡിസ്റ്റൻസ് ടു ദി ഓപ്പോസിറ്റ് സൈഡ്. അതായത് ഈ ഒരു സൈഡ് ഞാൻ എടുത്തു പാരലലോഗ്രാമിൻ്റെ. ഓക്കെ, താഴെയുള്ള സൈഡാണ് ബേസ്, പാദം ഞാൻ ബി എന്ന് കൊടുത്തു. ക്ലിയർ ആണല്ലോ. ഓക്കെ, ബേസ്. ഇനി ഈ ബേസിൻ്റെ അല്ലെങ്കിൽ നമ്മൾ എടുത്തിരിക്കുന്ന സൈഡിൻ്റെ ഓപ്പോസിറ്റ് സൈഡിലേക്കുള്ള ഡിസ്റ്റൻസ് ആണ് നമ്മൾ എടുക്കേണ്ട ഹൈറ്റ് എച്ച്. ഓക്കെ, ദെൻ ഏരിയ ഇസ് ഈക്വൽ ടു പരപ്പളവ് ഇസ് ഈക്വൽ ടു ഇവരുടെ പ്രൊഡക്റ്റ്, അതായത് ഇവരെ തമ്മിൽ ഇൻറ്റു ചെയ്യുക, ബി ഇൻറ്റു എച്ച്. സിമ്പിൾ അല്ലേടാ? ഓക്കെ ആണോ? ബേസ് ഇൻറ്റു ഹൈറ്റ്. ബേസ് എന്ന് പറയുന്നത് ഒരു സൈഡ്. ഓക്കെ, അതൊന്ന് ശ്രദ്ധിക്കാം. ബേസും ഹൈറ്റ് എപ്പോഴും ഇതുപോലെ തന്നെ വരത്തില്ല, മിസ് പറയുന്നത് ശ്രദ്ധിക്കുക. ബേസ് എന്ന് പറയുന്നത് ഒരു വശം, ഹൈറ്റ് എന്ന് പറയുന്നത് ആ വശത്തേക്ക് വരക്കുന്ന വര, ഓപ്പോസിറ്റ് സൈഡിൽ നിന്നും ആ വശത്തേക്ക് വരക്കുന്ന ഒരു ഡിസ്റ്റൻസ് ആണ് എടുക്കേണ്ടത്. ഇപ്പം നേരെ തിരിച്ച് ഞാൻ എന്താ ഈ ഒരു സൈഡ് ബേസ് ആയിട്ട് എടുത്തു. ഓക്കെ, അപ്പോൾ ഹൈറ്റ് ചെയ്ത് വരണം ഈ സൈഡിലേക്ക്, ഓപ്പോസിറ്റ് സൈഡിലേക്ക് നിന്ന് വരക്കുന്ന 90 ഡിഗ്രിയിൽ വരക്കുന്ന ഹൈറ്റ്, ഇതായിരിക്കണം ഹൈറ്റ് ആയിട്ട് എടുക്കേണ്ടത്, എച്ച് ആയിട്ട് എടുക്കേണ്ടത്. കുഴപ്പമില്ല, നമുക്ക് കുറച്ച് ക്വസ്റ്റ്യൻസ് അങ്ങ് ചെയ്യാം. ഏരിയ എന്താണ്? ബേസ് ഇൻറ്റു ഹൈറ്റ്. ബേസ് എന്ന് പറഞ്ഞാൽ ഒരു വശം, ബേസ് എന്ന് പറഞ്ഞാൽ എന്താണ്? ഒരു സൈഡ്. ഹൈറ്റ് ആയിട്ട് എടുക്കുന്നത് എന്താണ്? ആ സൈഡിലേക്ക് ഓപ്പോസിറ്റ് സൈഡിൽ നിന്നുള്ള ഡിസ്റ്റൻസ്, അകലമാണ് എടുക്കേണ്ടത്. ക്ലിയർ ആണോ? നമുക്കൊരു ക്വസ്റ്റ്യൻ ചെയ്ത് നോക്കാം കേട്ടോ. നമുക്കൊരു ക്വസ്റ്റ്യൻ തന്നിട്ടുണ്ട്. എവിടെ? ദി പിക്ചർ ഷോസ് ദി പാരലലോഗ്രാം ഫോംഡ് ബൈ ഇന്റർസെക്ഷൻ ഓഫ്. ഓക്കെ, ഒരു പിക്ചർ തന്നിട്ടുണ്ട്. അതൊരു പാരലലോഗ്രാം ആണ്, പാരലൽ ലൈൻസ് ഒക്കെ ഇന്റർസെക്റ്റ് ചെയ്യുന്ന ഒരു ഫിഗറാണ്. ഓക്കെ, ഞാനത് കാണിച്ചു തരാം കേട്ടോ. അവൻ്റെ ഏരിയയും കണ്ടുപിടിക്കണം, പെരിമീറ്റർ കണ്ടുപിടിക്കാം, സുഖമായിട്ട് കണ്ടുപിടിക്കാം, സിമ്പിളായിട്ട് കണ്ടുപിടിക്കാം. ഇതാണ് ആ ഫിഗർ. ഓക്കെ, അപ്പോൾ ഈ ഒരു ഫിഗറിൽ ഈ ഒരു അടയാളപ്പെടുത്തിയിരിക്കുന്ന ഒരു പാരലലോഗ്രാമാണ്, ഒരു സമാന്തരികമാണ്. ഇവൻ്റെ പരപ്പളവും ചുറ്റളവുമാണ് നമ്മൾ കണ്ടുപിടിക്കേണ്ടത്. സ്റ്റാർട്ട് ചെയ്താലോടാ? ഓക്കെ, എടാ സിമ്പിൾ ക്വസ്റ്റ്യൻ ആണ്, ഒന്ന് ശ്രദ്ധിച്ചിരുന്നാൽ തന്നെ നമുക്ക് ആൻസറിലോട്ട് എത്താൻ പറ്റുമേ. അപ്പോൾ നമുക്ക് നോക്കിയേക്കാം. എന്താണ് പാരലലോഗ്രാമിൻ്റെ ഏരിയയുടെ ഇക്വേഷൻ? പരപ്പളവ് ഏരിയ ഇസ് ഈക്വൽ ടു ബേസ് ഇൻറ്റു ഹൈറ്റ്, പാദം ഇൻറ്റു ഉയരം എന്ന് നമ്മളിപ്പോൾ പഠിച്ചു. ഓക്കെ, ഇവിടുത്തെ ബേസ് ഞാൻ എഴുതാൻ പോകുന്നു. പാദം, ബേസ്, പാദം അതായത് ബി എഴുതാം. അതുപോലെ തന്നെ ഹൈറ്റ്, ഉയരം, ഹൈറ്റ്, ഉയരം, എച്ച്. എൻ്റെ ബിയും എച്ച് ഏകദേശം ഒരേപോലെ ഇരിക്കുന്നല്ലേ? ഓക്കെ, ഇപ്പോൾ ശരിയായില്ലേ? ഓക്കെ, നമുക്ക് നോക്കിയേക്കാം. ഇവിടെ ബേസ് എന്ന് പറയുന്നത് ഒരു സൈഡായിട്ട് എടുക്കണം. ഓക്കെ, അവിടെ ഇപ്പോൾ ബേസ് എന്ന് പറയുന്നത് ഈ ഒരു സൈഡ് എനിക്ക് അറിയില്ല കേട്ടോ. അതുകൊണ്ട് ബേസ് എനിക്കിതാ ഈ പാരലലോഗ്രാമിൻ്റെ ഈ ഒരു സൈഡ് എനിക്കറിയാം അല്ലേ? എത്ര സെൻറ്റിമീറ്റർ ആണ്? 4 സെൻറ്റിമീറ്റർ. അപ്പോൾ ബേസ് ഞാൻ 4 സെൻറ്റിമീറ്റർ ആയിട്ട് എടുത്തിരിക്കുന്നു. ഓക്കെ, ബേസ് എന്ന് പറഞ്ഞാൽ എന്താണ്? ഒരു വശം. ഓക്കെ, ഇനി ഹൈറ്റ് എച്ച് എന്ന് പറഞ്ഞാൽ എന്താണ്? നമ്മൾ എടുത്തിരിക്കുന്ന സൈഡിലേക്ക് ഓപ്പോസിറ്റ് സൈഡിൽ നിന്ന് വരക്കുന്ന എന്ത്? ഡിസ്റ്റൻസ്, അതായത് ഇവനിൽ നിന്നുള്ള ഡിസ്റ്റൻസ്. അപ്പോൾ നിങ്ങൾ ചോദിക്കും മിസ് ഇങ്ങനെ ചരിഞ്ഞല്ലേ വരുന്നതെന്ന്. ഒരിക്കലും അല്ല, നമ്മൾ എന്തെടുക്കുക? ഈ രണ്ട് ലൈൻസ് അല്ലെ, ഇവൻ്റെയും എന്ത് പെർപെൻഡിക്കുലർ ആയിട്ടുള്ള ഡിസ്റ്റൻസ് എടുക്കണം. 90 ഡിഗ്രിയിൽ വരക്കുന്നതാണ് അവൻ്റെ ഹൈറ്റ് കേട്ടോ. അത് ഓൾറെഡി ഇവിടെ തന്നിട്ടില്ലേ? ഈ രണ്ട് വരകളും തമ്മിലുള്ള ഡിസ്റ്റൻസ് 3 സെൻറ്റിമീറ്റർ ആണെന്ന്. സോ ഹൈറ്റ് എന്ന്
പറയുന്നത് 3 സെൻറ്റിമീറ്റർ. ഇങ്ങനെയാണ് എടുക്കേണ്ടത്. ഞാൻ ഒന്നുകൂടി എക്സ്പ്ലെയിൻ ചെയ്തു തരാം. അതായത് ഒരു പാരലലോഗ്രാമിൻ്റെ ഏരിയയുടെ ഇക്വേഷൻ ബേസ് ഇൻറ്റു ഹൈറ്റ്, പാദം ഇൻറ്റു ഉയരം. പാദം എന്ന് പറയുന്ന ഒരു സൈഡാണ്. ആ ഒരു സൈഡ് ഞാൻ 4 സെൻറ്റിമീറ്റർ എടുത്തു. ഇത് 4 ആണെങ്കിൽ ഇതും 4 ആയിരിക്കും അല്ലേ? നമുക്കറിയാം 4 സെൻറ്റിമീറ്റർ തന്നെയാണ്. രണ്ടാമത്തെ സൈഡ് അറിയില്ല. ഓക്കെ, അപ്പോൾ ഈ സൈഡും അതുപോലെ തന്നെ ഈ സൈഡും തമ്മിലുള്ള അകലം, എന്തകലം? പെർപെൻഡിക്കുലർ ഡിസ്റ്റൻസ് എടുക്കുക. അതായത് 90 ഡിഗ്രിയിൽ വന്ന് മുട്ടുന്ന അകലമാണ് എടുക്കുന്നത്. അതാണ് അവരുടെ അകലം എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ ഇവരുടെ ഈ ഒരു ഡിസ്റ്റൻസ് എന്ന് പറയുന്നത് 3 സെൻറ്റിമീറ്റർ ആണെന്ന് ഓൾറെഡി തന്നിട്ടുണ്ട്. ക്ലിയർ ആണോ? അപ്പോൾ ഹൈറ്റ് 3 ആയിട്ട് എടുത്തു. ഇനി ഏരിയ കണ്ടുപിടിക്കാമല്ലോ. സിമ്പിൾ അല്ലേടാ. ഏരിയ ഈസ് ഈക്വൽ ടു ബേസ് ഇൻറ്റു ഹൈറ്റ്. ഞാൻ അവിടെ തന്നെ എഴുതിക്കോട്ടെ. ശരിക്കും ഇങ്ങനെ എഴുതിയിട്ട് ഈക്വൽ ടുവിന് അടിയിൽ തന്നെ ഈക്വൽ ടു ഇട്ടിട്ട് പോകണേ. ഞാൻ കുറച്ചുകൂടി ഒന്ന് എളുപ്പപ്പണി ചെയ്യുന്നുണ്ട്. ബേസ് 4 ഇൻറ്റു ഹൈറ്റ് 3 എത്ര വന്നു? 12 സെൻറ്റിമീറ്റർ സ്ക്വയർ. അപ്പോൾ ഏരിയ കിട്ടി 12 സെൻറ്റിമീറ്റർ സ്ക്വയർ ആണ്. ക്ലിയർ ആണല്ലോ? ഓക്കെ, ഇനി നെക്സ്റ്റ് വൺ എന്ന് പറയുന്നത് അടുത്ത ചോദ്യം. ഫസ്റ്റ് വെച്ച് കഴിഞ്ഞു ഇതിൻ്റെ പെരിമീറ്റർ കണ്ടുപിടിക്കണം. പെരിമീറ്റർ എന്ന് വെച്ച് കഴിഞ്ഞാൽ എല്ലാ സൈഡും തമ്മിൽ കൂട്ടണം അല്ലേ? ഈ ഒരു വശവും ഈ ഒരു വശവും ആ 4 സെൻറ്റിമീറ്ററും തമ്മിൽ കൂട്ടിയാൽ നമുക്ക് പെരിമീറ്റർ കിട്ടും, ചുറ്റളവ് കിട്ടും. പക്ഷേ 4 സെൻറ്റിമീറ്റർ നമുക്കറിയാം. ഈ സൈഡ് അറിയോ? അറിയത്തില്ല. ഞാൻ ഏന്ന് കൊടുത്തോട്ടെ. അറിയാത്ത സൈഡ് ഞാൻ ഏന്നോ എക്സെന്നോ എന്തുകൊണ്ടെങ്കിലും കൊടുക്കാട്ടോ. ഞാൻ ഇപ്പോൾ ഏന്ന് കൊടുത്തു എന്നുള്ളൂ കേട്ടോ. ആ സൈഡ് അറിയില്ല. ഈ 4 സൈഡും തമ്മിൽ കൂട്ടിയാലേ ഇവൻ്റെ പെരിമീറ്റർ ചുറ്റളവ് കിട്ടത്തുള്ളൂ. 2 സൈഡ് നമുക്കറിയാം. ഒരെണ്ണം തന്നിട്ടുണ്ടെങ്കിൽ ഓപ്പോസിറ്റ് സൈഡ് ഈക്വൽ ആണ് പാരലലോഗ്രാമിൻ്റെ. പക്ഷേ ബാക്കി 2 സൈഡ് ഈക്വൽ ആണ്, പക്ഷേ നമുക്ക് അറിയത്തില്ല. അത് കണ്ടുപിടിക്കാം. നമ്മൾ വീണ്ടും ഏരിയയുടെ ഇക്വേഷനിലേക്ക് ഇട്ട് കൊടുക്കാൻ പോകുന്നു. ഏരിയ അഥവാ പരപ്പളവ് ഇസ് ഈക്വൽ ടു, നമുക്കിപ്പോൾ ഓൾറെഡി കിട്ടിയിട്ടുണ്ട്. എത്ര സെൻറ്റിമീറ്റർ ആണ്? 12 സെൻറ്റിമീറ്റർ സ്ക്വയർ ആണ് കിട്ടിയിട്ടുണ്ട്. ഏരിയ എന്ന് പറഞ്ഞാൽ എന്താണ്? ബേസ് ഇൻറ്റു ഹൈറ്റ് തന്നെയാണ് അല്ലേ? ബി ഇൻറ്റു എച്ച് ആണ് നമ്മൾക്ക് കിട്ടിയ 12 സെൻറ്റിമീറ്റർ. ഇവിടെ നോക്കുക, ഈ ഒരു സൈഡ് ബേസ് ആയിട്ട് എടുത്താലോ? ഏതെങ്കിലും ഒരു സൈഡ് പോലെ ബേസ് ആയിട്ട്, പാദമായിട്ട്. നേരത്തെ 4 സെൻറ്റിമീറ്റർ ഉണ്ടായുള്ളതുകൊണ്ട് 4 സെൻറ്റിമീറ്റർ എടുത്തു അല്ലേ? അപ്പോൾ എ എന്ന് പറയുന്നത് ബേസ് ആയിട്ട് എടുത്താൽ എ ആട്ടോ കണ്ടുപിടിക്കേണ്ടത്. ഹൈറ്റ് എന്ന് പറഞ്ഞാൽ ഈ എയിലേക്ക് വരുന്ന ഇവരിൽ നിന്നും അല്ലെ, ഓപ്പോസിറ്റ് സൈഡിൽ നിന്ന് എയിലേക്ക് വരുന്ന പെർപെൻഡിക്കുലർ ഡിസ്റ്റൻസ് ആണ് ഹൈറ്റ് ആയിട്ട് എടുക്കേണ്ടത്. ഇപ്പോൾ ഒരു ഐഡിയ വന്നോ മിസ് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അതായത് ബേസ് ഇൻറ്റു ഹൈറ്റ്. ബേസ് എന്ന് പറഞ്ഞാൽ ഒരു വശം, അതായത് ഞാൻ എന്ന് എടുത്തു. നമുക്ക് കണ്ടുപിടിക്കേണ്ടത് എ ആണ്. ഓക്കെ, ഇനി ഹൈറ്റ് എന്ന് പറഞ്ഞാൽ എന്താണ്? അതായത് ഈ എയിലേക്ക് ഓപ്പോസിറ്റ് സൈഡിൽ നിന്നും വരക്കുന്ന പെർപെൻഡിക്കുലർ ഡിസ്റ്റൻസ്, 90 ഡിഗ്രിയിൽ വരക്കുന്ന അകലം. അതും ഇവിടെ തന്നിട്ടുണ്ട്. എത്ര സെൻറ്റിമീറ്റർ ആണ്? 2 സെൻറ്റിമീറ്റർ. അപ്പോൾ എ ഇൻറ്റു ഹൈറ്റിന് പകരം ഞാൻ 2 കൊടുക്കുന്നു. ഓക്കെ ആണോ? ഏരിയ മാറുന്നുണ്ടോ? ഏരിയ അവൻ്റെ സെയിം ഏരിയ തന്നെ 12 സെൻറ്റിമീറ്റർ സ്ക്വയർ തന്നെയാണ് ഓൾറെഡി കണ്ടുപിടിച്ചിട്ടുണ്ട്. ഇതിൽ നിന്നും എ നമുക്ക് കണ്ടുപിടിക്കാമല്ലോ. എ കണ്ടുപിടിക്കാൻ ഇൻറ്റു 2 ഈക്വൽ ടു അപ്പുറത്തോട്ട് പോകുമ്പോൾ എന്താണ്? ഡിവൈഡഡ് ബൈ 2 ആകും. സോ എയുടെ ഉത്തരം എത്ര വന്നു? 6 സെൻറ്റിമീറ്റർ എന്ന് വന്നു. ഡബിൾ അണ്ടർലൈൻ ചെയ്യേണ്ട കേട്ടോ, ആൻസർ അതല്ല. ഓക്കെ, 6 സെൻറ്റിമീറ്റർ കിട്ടി. ഇപ്പോൾ നമുക്ക് സിമ്പിളായിട്ട് കണ്ടുപിടിക്കാമല്ലോ. ഇവിടെ 6 സെൻറ്റിമീറ്റർ, ഇവിടെ 6 സെൻറ്റിമീറ്റർ തന്നെയായിരിക്കും. കാരണം പാരലലോഗ്രാമിൻ്റെ ഓപ്പോസിറ്റ് സൈഡ്സ് ആർ ഈക്വൽ ആൻഡ് പാരലൽ, തുല്യവും സമാന്തരവുമാണ്. ഇനി നമുക്ക് പെരിമീറ്റർ കണ്ടുപിടിക്കാം. ദെർഫോർ ചുറ്റളവ്, പെരിമീറ്റർ കണ്ടുപിടിക്കാനായിട്ട് എന്താ ചെയ്യേണ്ടത്? എല്ലാ വശങ്ങളും തമ്മിൽ ആഡ് ചെയ്യുക. 6 + 4 + 6 + 4 6 + 4 + 6 + 4. ഇതിൻ്റെ ഉത്തരം ഞാൻ എഴുതുന്നില്ല. ഇതിൻ്റെ ഉത്തരം നിങ്ങൾ എഴുതിയിട്ട് മിസ്സിനെ ഒന്ന് അറിയിക്കുക. എന്ത് കമൻ്റ് ആയിട്ടൊന്ന് ഇപ്പോൾ തന്നെ ഒന്ന് മെൻഷൻ ചെയ്യുക. ഓക്കെ, അപ്പോൾ പാരലലോഗ്രാം എന്ന് പറയുന്ന ആളുടെ ഏരിയ കണ്ടുപിടിക്കാനും അതുപോലെ തന്നെ ഏരിയയുടെ ഇക്വേഷൻ വന്ന മെത്തേഡ് എല്ലാം മനസ്സിലായോ? ഒരു ക്വസ്റ്റ്യൻ കൂടി ഇതുപോലെ ഒന്ന് ചെയ്തു പോയാലോ? റെഡിയാണോ? ഓക്കെ, അപ്പോൾ നമുക്ക് ഒരു ചോദ്യം കൂടി ചെയ്യാം. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ഇവിടെ പറയുന്നത് two sides of a parallelogram are 12 centimeter and 10 centimeter. Okay, and distance between shorter side is 6 centimeter. Okay, ചെറിയ വശങ്ങൾ തമ്മിലുള്ള അകലം 6 സെൻറ്റിമീറ്റർ ആണ്. അങ്ങനെയാണെങ്കിൽ ഏരിയ എത്രയാണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. നമുക്ക് നോക്കിയേക്കാം. 2 ക്വസ്റ്റ്യൻ ഉണ്ട്. ഡിസ്റ്റൻസ് ബിറ്റ്വീൻ ലോങ്ങർ സൈഡ് തമ്മിലുള്ള ഡിസ്റ്റൻസും ചോദിച്ചിട്ടുണ്ട്. അപ്പോൾ ഇതാണ് നമ്മുടെ പാരലലോഗ്രാം. സൈഡുകൾ തന്നിട്ടുണ്ട് 12ഉം 10ഉം സെൻറ്റിമീറ്റർ ആണെന്ന്. അപ്പോൾ ഇതൊരു 10 സെൻറ്റിമീറ്റർ ആണെങ്കിൽ അവൻ്റെ ഓപ്പോസിറ്റ് സൈഡും എത്ര തന്നെയായിരിക്കും? 10 തന്നെ ആയിരിക്കും അല്ലേ? ഓപ്പോസിറ്റ് സൈഡ്സ് ആർ ഈക്വൽ. ഇനി രണ്ടാമത്തെ സൈഡ് എന്ന് പറയുന്നത് 12 സെൻറ്റിമീറ്റർ തന്നിട്ടുണ്ട്. അതായത് രണ്ടാമത്തത് ആ വലിയ സൈഡ് 12 ആണെങ്കിൽ ഇവനും 12 സെൻറ്റിമീറ്റർ ആയിരിക്കും. ഓപ്പോസിറ്റ് സൈഡ്സ് ആർ ഈക്വൽ. ഓക്കെ, ഇത് നമ്മളോട് പറയുന്നത്
ചെറിയ സൈഡുകൾ തമ്മിലുള്ള അകലം. അതായത് ചെറിയ സൈഡ് എന്ന് പറഞ്ഞാൽ 10 സെൻറ്റിമീറ്റർ അല്ലേ, അവർ തമ്മിലുള്ള അകലം എന്ന് പറയുന്നത് 6 സെൻറ്റിമീറ്റർ ആണെന്ന് ക്വസ്റ്റ്യനിൽ പറയുന്നുണ്ട്. അവർ തമ്മിലുള്ള അകലം എന്ന് പറഞ്ഞാൽ 90 ഡിഗ്രിയിൽ കൂട്ടിമുട്ടുന്ന ഉയരം അല്ലേ, 6 സെൻറ്റിമീറ്റർ ആണെന്ന് ക്വസ്റ്റ്യനിൽ തന്നിട്ടുണ്ട്. ഓക്കെ, ഇനി നമ്മളോട് ഫസ്റ്റ് ക്വസ്റ്റ്യൻ ചോദിച്ചിരിക്കുന്നത് ഇവൻ്റെ ഏരിയ കണ്ടുപിടിക്കുക, പരപ്പളവ് കണ്ടുപിടിക്കാനാണ് പറഞ്ഞിരിക്കുന്നത്. സിമ്പിൾ ചോദ്യം ദാ നമ്മൾക്ക് ഓൾറെഡി കണ്ടുപിടിച്ചതാണല്ലേ. എന്താണ് ഏരിയയുടെ ഇക്വേഷൻ? ഏരിയ പരപ്പളവ് ഇസ് ഈക്വൽ ടു ബേസ് ഇൻറ്റു ഹൈറ്റ്, പാദം ഇൻറ്റു ഉയരമാണ്. ഇവിടെ ബേസ് പാദം എത്രയായിട്ട് എടുക്കാം? ബേസ് പാദം. അപ്പം നിങ്ങൾ ചോദിക്കും 12 എടുത്തൂടെ മിസ് ചെയ്യുന്നു. 12 എടുത്താൽ ഈ രണ്ടുപേരും തമ്മിലുള്ള അകലം നമുക്ക് തന്നിട്ടുണ്ടോ? ഇല്ല. അപ്പോൾ 12 എടുത്തു കഴിഞ്ഞാൽ നമുക്ക് അകലം കണ്ടുപിടിക്കാതെ ഏരിയയിലോട്ട് എത്താൻ പറ്റത്തില്ല. അപ്പോൾ ഞാൻ എന്തെടുക്കാൻ പോകുന്നു? 10 സെൻറ്റിമീറ്റർ എടുക്കാൻ പോകുന്നു. ഈ ഒരു സൈഡാണ് ബേസ് ആയിട്ട് എടുക്കുന്നത്. ഓക്കെ ആണല്ലോ, രണ്ടാമത്തെ വശം. അപ്പോൾ ബേസ് ഞാൻ 10 സെൻറ്റിമീറ്റർ ആയിട്ട് എടുത്തു. ഇനി ഹൈറ്റ്, ഈ 10 സെൻറ്റിമീറ്ററിലേക്ക് ഓപ്പോസിറ്റ് സൈഡിൽ നിന്നും വരച്ചിരിക്കുന്ന ഉയരം, അതായത് ഓൾറെഡി നമുക്ക് തന്നിട്ടുള്ള എത്ര സെൻറ്റിമീറ്റർ ആണ്? 90 ഡിഗ്രിയിൽ വന്നിരിക്കുന്നത് 6 സെൻറ്റിമീറ്റർ ആണെന്ന് ക്വസ്റ്റ്യനിൽ പറയുന്നില്ലേ. അതായത് നമ്മൾ എടുക്കുന്ന ബേസ്, എടുക്കുന്ന സൈഡ് ഏതാണോ അവനിൽ നിന്നും അല്ലെങ്കിൽ അവനിലേക്ക് ഓപ്പോസിറ്റ് സൈഡിൽ നിന്ന് വരക്കുന്ന പെർപെൻഡിക്കുലർ ഡിസ്റ്റൻസ്, അതാണ് ഹൈറ്റ് ആയിട്ട് എടുക്കേണ്ടത്. ഓക്കെ, ഇപ്പോൾ രണ്ടാമത്തെ ക്വസ്റ്റ്യൻ ആയിട്ടോ മനസ്സിലായെന്ന് കരുതുന്നു. അത് എത്ര സെൻറ്റിമീറ്റർ ആണ്? 6 സെൻറ്റിമീറ്റർ ആണെന്ന് ക്വസ്റ്റ്യനിൽ തന്നിട്ടുണ്ട്. ഇനി ഏരിയ കണ്ടുപിടിക്കാലോ. ദെർഫോർ ഏരിയ പരപ്പളവ് ഇസ് ഈക്വൽ ടു ബേസ് ഇൻറ്റു ഹൈറ്റ് അല്ലേ, ബേസ് ഇൻറ്റു ഹൈറ്റ്, അതായത് പാദം ഇൻറ്റു ഉയരം 10 ഇൻറ്റു 6 ദാറ്റ് ഈസ് 60. കാണാൻ പറ്റുന്നുണ്ടോ? ഓക്കെ, 60 സെൻറ്റിമീറ്റർ സ്ക്വയർ എന്ന് നമ്മൾക്ക് ഉത്തരം കിട്ടി. ക്ലിയർ ആണല്ലോ. അപ്പോൾ ഇതേ രീതിയിലാണ് നമുക്ക് കണ്ടുപിടിക്കേണ്ടത്. തൊട്ട് മുന്നേ ചെയ്ത ക്വസ്റ്റ്യൻ്റെ ഏകദേശം സെയിം മോഡൽ തന്നെയാണ് ഈ ഒരു ക്വസ്റ്റ്യൻ വന്നിരിക്കുന്നത്. അടുത്ത ചോദ്യത്തിലോട്ട് പോയാലോ. ഓക്കെ, ഇനി നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, സെക്കൻഡ് ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് വലിയ സൈഡുകൾ തമ്മിലുള്ള അകലം എത്ര? അതായത് ഈ വലിയ സൈഡ് എന്ന് പറഞ്ഞാൽ 12 സെൻറ്റിമീറ്റർ. അവർ തമ്മിലുള്ള അകലം എന്ന് പറഞ്ഞാൽ ഇവർ തമ്മിലുള്ള ഡിസ്റ്റൻസ് അല്ലേ, 90 ഡിഗ്രിയിൽ വരക്കുന്ന ഈ ഒരു ഹൈറ്റ് കണ്ടുപിടിക്കണം. കണ്ടുപിടിച്ചേക്കാം. സെയിം ആ ഹൈറ്റും ബേസും വരുന്ന ഇക്വേഷനായ ഏരിയ എന്ന് പറയുന്ന പരപ്പളവ് അല്ലെ, ഇക്വേഷൻ തന്നെ ഇട്ട് കൊടുത്താൽ മതി. ഞാനപ്പോൾ രണ്ടാമത്തെ ക്വസ്റ്റ്യൻ ചെയ്യാൻ പോകുന്നു. സെക്കൻഡ് ക്വസ്റ്റ്യൻ എന്ന് പറയുന്നതും ഏരിയ പരപ്പളവ് ഓൾറെഡി കിട്ടിയിട്ടുണ്ട്. എത്ര സെൻറ്റിമീറ്റർ? 60 സെൻറ്റിമീറ്റർ സ്ക്വയർ ആണെന്ന് കിട്ടിയിട്ടുണ്ട്. ഓക്കെ, ഇവിടെ ബേസ് ഇൻറ്റു ഹൈറ്റ് ആണ് ഏരിയ അല്ലേ, ഇവിടെയും ബേസ് ഇൻറ്റു ഹൈറ്റ് ആണ് ഏരിയ. ഈ 60 സെൻറ്റിമീറ്റർ കിട്ടിയിരിക്കുന്നത്. ഇവിടുത്തെ ബേസ് നമുക്ക് എന്തായിട്ട് എടുക്കാം? 12 സെൻറ്റിമീറ്റർ ആയിട്ട് എടുക്കാം. ഓക്കെ, അതായത് രണ്ടാമത്തെ വശമായ 12 സെൻറ്റിമീറ്റർ ഇൻറ്റു ഇവിടുത്തെ ഹൈറ്റ്, അതായത് ഈ 12 സെൻറ്റിമീറ്ററിലേക്ക് ഓപ്പോസിറ്റ് സൈഡിൽ നിന്നും വരച്ചിരിക്കുന്ന പെർപെൻഡിക്കുലർ വര, അതല്ലേ കണ്ടുപിടിക്കാൻ പറഞ്ഞിരിക്കുന്നത്. എച്ച് ഹൈറ്റ്, അവർ തമ്മിലുള്ള അകലം ഡിസ്റ്റൻസ്. അപ്പോൾ നമുക്ക് നേരെ എച്ച് നമുക്ക് അറിയില്ല, എച്ച് എന്ന് തന്നെ കൊടുത്തു. ഈക്വൽ ടു 60 സെൻറ്റിമീറ്റർ സ്ക്വയർ. അതായത് ഏരിയ മാറുന്നില്ല അല്ലേ, ഇവൻ്റെ ഏരിയ ഓൾറെഡി കണ്ടുപിടിച്ചതാണ്. ഇതിൽ നിന്നും എച്ച് കിട്ടാനായിട്ട് സിമ്പിൾ അല്ലേ, ഇൻറ്റു 12 ഈക്വൽ ടുവിന് അപ്പുറത്തേക്ക് പോയി കഴിഞ്ഞാൽ ഡിവൈഡഡ് ബൈ 12 ആയി. ദാറ്റ് ഈസ് എച്ച് ഇസ് ഈക്വൽ ടു 5 സെൻറ്റിമീറ്റർ എന്ന് വന്നു. ക്ലിയർ ആണോ? ഓക്കെ ആണല്ലോ. അതായത് എച്ച് എന്ന് പറഞ്ഞാൽ ഹൈറ്റ്. എന്താണ് ഈ ഹൈറ്റ് എന്ന് ഉദ്ദേശിക്കുന്നത്? ഈ വലിയ രണ്ട് വശങ്ങൾ തമ്മിലുള്ള അകലം, അതാണ് നമ്മളോട് കണ്ടുപിടിക്കാൻ പറഞ്ഞിരിക്കുന്നത് സെക്കൻഡ് സബ് ക്വസ്റ്റ്യനിൽ. ഓക്കെ, അപ്പോൾ പാരലലോഗ്രാമിൻ്റെ സെക്ഷൻ ഇവിടെ അവസാനിച്ചിട്ടുണ്ട്. പാരലലോഗ്രാമിൽ എന്തൊക്കെയാണ് പഠിച്ചത്? പാരലലോഗ്രാമിന്റെ പ്രത്യേകത, ഓപ്പോസിറ്റ് സൈഡ്സ് ആർ പാരലൽ ആൻഡ് ഈക്വൽ, എതിർവശങ്ങൾ തുല്യവും സമാന്തരവുമാണ്. അതുപോലെ തന്നെ ഓപ്പോസിറ്റ് ആംഗിൾസും ഈക്വൽ ആണ്, എതിർ കോണുകളും തുല്യമാണ്. ഡയഗണൽസ് ബൈസെക്ട് ചെയ്യുന്നുണ്ട്, സമഭാഗം ചെയ്യുന്നുണ്ട്. ഓക്കെ, ഇനി രണ്ടാമത് പഠിച്ചത് ഇവന്റെ ഏരിയയുടെ ഇക്വേഷൻ, പരപ്പളവിന്റെ ഇക്വേഷൻ എന്താണ്? ബേസ് ഇൻറ്റു ഹൈറ്റ്, പാദം ഇൻറ്റു ഉയരം. ക്ലിയർ ആണല്ലോ? ഓക്കെ ആണല്ലോ? ഓക്കെ, ഇനി നെക്സ്റ്റ് വൺ എന്ന് പറയുന്നതാണ് നമ്മുടെ റോംബസ്. ഓക്കെ, സമഭുജ സമാന്തരികങ്ങൾ. അപ്പോൾ റോംബസിൻ്റെ ഏരിയ പഠിക്കുന്നതിന് മുൻപ് ഒരു കാര്യം കൂടി ഒന്ന് പറഞ്ഞിട്ട് റോംബസിൻ്റെ പ്രത്യേകതകൾ നമുക്കൊന്ന് പറഞ്ഞു നോക്കാം. അതായത് പാരലലോഗ്രാം തന്നെയാണ് ഈ റോംബസും, പക്ഷേ ആ റോംബസിന് പേരിടണമെങ്കിൽ അവൻ എന്തെങ്കിലും ഒരു പ്രത്യേകത ഉണ്ടാകും അല്ലേ. പാരലലോഗ്രാമിൽ തന്നെ എന്തെങ്കിലും പ്രത്യേകത വന്നാലാണ് അവനെ റോംബസ് എന്ന് വിളിക്കുന്നത് അല്ലേ. സിമ്പിളാണ്. റോംബസിൻ്റെ എല്ലാ വശങ്ങളും തുല്യമായിരിക്കും. ഇവനൊരു 5 സെൻറ്റിമീറ്റർ ആണെങ്കിൽ ഇവനും 5 സെൻറ്റിമീറ്റർ,
ഇവനും 5 സെൻറ്റിമീറ്റർ, ഇവനും 5 സെൻറ്റിമീറ്റർ. ബാക്കി എല്ലാ കാര്യങ്ങളും എന്താണ് നമ്മുടെ പാരലലോഗ്രാമിനെ പോലെ തന്നെയാണ്. ആൻഡ് ഒരു കാര്യം കൂടിയുണ്ട്, വളരെ 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 പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്, ഇവൻ്റെ റോംബസിൻ്റെ വികർണങ്ങൾ വെറുതെ അല്ല സമഭാഗം ചെയ്യുന്നത്, അവർ ലംബ സമഭാജികളാണ്. അതായത് 90 ഡിഗ്രിയിലാണ് ഇവർ ക്രോസ് ചെയ്ത് പോകുന്നത്, ബൈസെക്റ്റ് ചെയ്യുന്നത്. ക്ലിയർ ആണോ? വളരെ ഇമ്പോർട്ടൻറ്റ് പോയിന്റ് ആണ് കേട്ടോ. എന്താണ്? റോംബസിൻ്റെ എല്ലാ വശങ്ങളും തുല്യമായിരിക്കും. ഡയഗണൽസ് എന്താണ്? പെർപെൻഡിക്കുലർ ബൈസെക്ടേഴ്സ് ആണ്, ലംബ സമഭാജികളാണ്. ഓക്കെ, അത് വിട്ടു പോവരുത്. ഇത് വെച്ചിട്ടുള്ള ക്വസ്റ്റ്യൻസ് ഉണ്ട്. ഇനി ഏരിയ എന്ന് പറയുന്നത്, ഓക്കെ, ഇത് കാണുമ്പോൾ തന്നെ അറിയാം അല്ലേ, ഒരു ഡയഗണൽ വലുതും ഒരു ഡയഗണൽ ചെറുതുമാണ്. അപ്പോൾ ആദ്യത്തെ ഡയഗണലിന് നമ്മൾക്ക് D1 എന്ന് കൊടുക്കാം, രണ്ടാമത്തെ ഡയഗണൽ D2 എന്ന് കൊടുക്കാം കേട്ടോ. ഈ ടോട്ടൽ ലെങ്ത് ആണ് കേട്ടോ D1, ഈ ടോട്ടൽ ലെങ്ത് ആണ് D2. അങ്ങനെയാണെങ്കിൽ ഇവൻ്റെ ഏരിയ എന്ന് പറയുന്നത് ഹാഫ്, പകുതി. എന്തിൻ്റെ പകുതി? പ്രൊഡക്റ്റ് ഓഫ് ദി ഡയഗണൽസ്. ഡയഗണൽസിൻ്റെ പ്രൊഡക്റ്റ് എന്ന് പറഞ്ഞാൽ D1 ഇൻറ്റു D2. ദാറ്റ് ഈസ് ഏരിയയുടെ ഇക്വേഷൻ ഹാഫ് D1 D2. ഇതാണ് ഒരു റോംബസിൻ്റെ പരപ്പളവ് കണ്ടുപിടിക്കാനായുള്ള ഇക്വേഷൻ. ഓക്കെ, റോംബസിൻ്റെ ഏരിയ കണ്ടുപിടിക്കാനായുള്ള ഇക്വേഷൻ. ക്ലിയർ ആണല്ലോ? ഓക്കെ ആണല്ലോ? ഓക്കെ, അപ്പോൾ D1 D2 എന്ന് പറയുന്നത് എന്താണ്? അവരുടെ വികർണങ്ങളുടെ നീളമാണ്, ഡയഗണൽസിൻ്റെ ലെങ്ത് ആണ്. നമുക്കപ്പോൾ ഒരു ക്വസ്റ്റ്യൻ ചെയ്ത് നോക്കാം അല്ലേ? ഓക്കെ, ദി സൈഡ്സ് ഓഫ് എ റോംബസ് ആർ 10 സെൻറ്റിമീറ്റർ ലോങ്ങർ. ഓക്കെ, ഒരു റോംബസിൻ്റെ വശങ്ങൾ തന്നിട്ടുണ്ട് 10 സെൻറ്റിമീറ്റർ ആണ്. വൺ ഓഫ് ഇറ്റ്സ് ഡയഗണൽസ് ഈസ് 16 സെൻറ്റിമീറ്റർ. ഓക്കെ, അതിനകത്ത് ഒരു ഡയഗണലിൻ്റെ ലെങ്ത് 16 സെൻറ്റിമീറ്റർ ആണെന്ന് പറയുന്നുണ്ട്. ഓക്കെ, ആയിക്കോട്ടെ. ഈ നമ്മളോട് പറഞ്ഞിരിക്കുന്നത് വാട്ട് ഈസ് ദി ലെങ്ത് ഓഫ് അതർ ഡയഗണൽ, രണ്ടാമത്തെ ഡയഗണലിൻ്റെ ലെങ്ത് കണ്ടുപിടിക്കാനാണ് പറഞ്ഞിരിക്കുന്നത്. ഓക്കെ, ഇതാണ് നമ്മുടെ റോംബസ്. ഞാൻ പേര് കൊടുക്കാം ABCD. ഓക്കെ, ഇനി നമ്മളോട് പറഞ്ഞിരിക്കുന്ന കാര്യങ്ങളൊന്ന് എഴുതിയേക്കട്ടെ. ഈ ഒരു റോംബസിൻ്റെ എല്ലാ വശങ്ങളും 10 സെൻറ്റിമീറ്റർ ആണെന്ന് ക്വസ്റ്റ്യനിൽ തന്നിട്ടുണ്ട്. അല്ല, ഒരു സൈഡ് 10 സെൻറ്റിമീറ്റർ, എല്ലാ സൈഡും 10 തന്നെ ആയിരിക്കും. ഓക്കെ, അപ്പോൾ ഇവൻ 10 സെൻറ്റിമീറ്റർ, ഇവനും 10 സെൻറ്റിമീറ്റർ, ഇവനും 10 സെൻറ്റിമീറ്റർ, ഇവനും 10 സെൻറ്റിമീറ്റർ. ഓക്കെ, ഇനി ഇവൻ്റെ ചെറിയ ഡയഗണൽ അല്ലേ, ഒരു ഡയഗണൽ എന്ന് പറയുന്നത് 16 സെൻറ്റിമീറ്റർ എന്ന് തന്നിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ ഒരു ഡയഗണൽ 16 സെൻറ്റിമീറ്റർ. അപ്പോൾ ഞാൻ എന്താ വരക്കാൻ പോകുന്നു, ഈ ഒരു ഡയഗണൽ 16 സെൻറ്റിമീറ്റർ ആണെന്ന് കരുതാം. ഓക്കെ, ഇത് ടോട്ടൽ 16 സെൻറ്റിമീറ്റർ. ഓക്കെ, അങ്ങനെയാണെങ്കിൽ ക്വസ്റ്റ്യൻ എന്താടാ? രണ്ടാമത്തെ ഡയഗണലിൻ്റെ ലെങ്ത് കണ്ടുപിടിക്കാൻ, അതായത് AC കണ്ടുപിടിക്കണം. ഓക്കെ, കണ്ടുപിടിച്ചേക്കാം, AC കണ്ടുപിടിക്കണം. ഓക്കെ, അപ്പോൾ ഞാൻ എഴുതാൻ പോകുന്നു സൈഡ്സ്, വശങ്ങൾ. സൈഡ്സ് 10 സെൻറ്റിമീറ്റർ ആണ് തന്നിട്ടുണ്ട്. ഇനി AC നമുക്ക് D1 ആയിട്ട് എടുക്കാം. AC D1 നമുക്ക് അറിയില്ല, കണ്ടുപിടിക്കണം. ഇനി അടുത്തത് BD എന്ന് പറയുന്നത് D2 നമുക്ക് തന്നിട്ടുണ്ട് അല്ലേ, 16 സെൻറ്റിമീറ്റർ ആണെന്ന്. ഓക്കെ, ഇനി നമുക്ക് നേരെ ഇക്വേഷനിലേക്ക് ഇട്ട് കൊടുക്കാം. പക്ഷേ ഏരിയയുടെ ഇക്വേഷൻ കണ്ടുപിടിക്കാനായിട്ട്, ഏരിയ നമുക്ക് അടുത്ത ക്വസ്റ്റൻ കേട്ടോ, സോറി, സെക്കൻഡ് ഡയഗണൽ അതായത് നമ്മുടെ AC കണ്ടുപിടിക്കാനായിട്ട് നമുക്ക് വേറൊരു ക്ലൂവും തന്നിട്ടില്ല. ഒരു ഡയഗണൽ തന്നിട്ടുണ്ട് ആൻഡ് അവൻ്റെ സൈഡ് തന്നിട്ടുണ്ട്. ഇപ്പോൾ പഠിച്ചൊരു കാര്യമുണ്ടല്ലേ, ഈ ഡയഗണൽസ് എത്ര ഡിഗ്രിയിലാണ് മുറിക്കുന്നത്? 90 ഡിഗ്രിയിലല്ല. അതായത് ഇവ ലംബ സമഭാജികളാണ്, പെർപെൻഡിക്കുലർ ബൈസെക്ടേഴ്സ് ആണെന്ന് പഠിച്ചു. അതായത് ഞാനിവിടെ O എന്ന് പേര് കൊടുത്തു കഴിഞ്ഞാൽ BO എന്ന് പറയുന്നത് ഇത് ടോട്ടൽ 16 സെൻറ്റിമീറ്റർ ഉണ്ട്. ഈ ടോട്ടൽ 16 സെൻറ്റിമീറ്ററിനെ പകുതിയായിട്ട് ഭാഗിക്കുന്നുണ്ട് അല്ലേ. അവർ പെർപെൻഡിക്കുലർ ബൈസെക്ടേഴ്സ് ആണെന്ന് പറയുന്നുണ്ട്. ടോട്ടൽ 16 ഉണ്ടെങ്കിൽ ഇവൻ എത്രയായിരിക്കും? ഇവൻ 8 സെൻറ്റിമീറ്റർ, ഇവൻ 8 സെൻറ്റിമീറ്റർ ആയിട്ട് ഭാഗിക്കുന്നുണ്ട്. അതായത് ഈ 16 സെൻറ്റിമീറ്ററിനെ പകുതിയായിട്ട് ഭാഗിക്കുന്നുണ്ട്, 8 ആയിട്ട്. ക്ലിയർ ആണല്ലോ? ഓക്കെ, ഇനി നമുക്ക് AC എന്ന് പറയുന്ന ഡയഗണൽ കണ്ടുപിടിക്കണം. എല്ലാവരും ശ്രദ്ധിച്ചേട്ടാ, ഞാനൊന്ന് ഡാർക്ക് ചെയ്ത് കൊടുക്കാം. എന്താ ഇവിടെ നോക്കുക, ഇവിടെ ഒരു ട്രയാങ്കിൾ വന്നല്ലോ. AC കണ്ടുപിടിക്കണം. നമുക്കറിയാം OA എന്ന് പറയുന്ന ലെങ്ത്തും OC എന്ന് പറയുന്ന ലെങ്ത്തും ഈക്വൽ ആണ്. അതിൽ OC കണ്ടുപിടിക്കാനായിട്ട് ഇവിടെ ഒരു റൈറ്റ് ട്രയാങ്കിൾ വന്നല്ലേ, വെറും ട്രയാങ്കിൾ അല്ല, ഇവിടെ ഒരു മട്ട ത്രികോണം വന്നിട്ടുണ്ട്. ഈ ഒരു 90 ഡിഗ്രിക്ക് എതിരെ വരുന്ന വശം ആരാണ്? ഹൈപ്പോട്ടന്യൂസ് അല്ലേ, കർണമാണ്. ഹൈപ്പോട്ടന്യൂസ് തന്നിട്ടുണ്ട്. ഇനി ഇവൻ 8 സെൻറ്റിമീറ്റർ, ഓൾട്ടിറ്റ്യൂഡോ ബേസോ ആയിട്ട് എടുക്കാം, നോ പ്രോബ്ലം. ഞാനിപ്പോൾ ഓൾട്ടിറ്റ്യൂഡ് ആയിട്ട് എടുത്തു. ആൻഡ് ഈ ഒരു സൈഡ് ബേസ് OC കണ്ടുപിടിക്കാം. ഓക്കെ അല്ലേ? നേരെ പൈതഗോറസ് തിയറത്തിലേക്ക് ഇട്ട് കൊടുത്താൽ മതി അല്ലേ. അപ്പോൾ നമുക്ക് എല്ലാ ഞാൻ ഇനി എടുത്തെഴുതുന്നില്ല കേട്ടോ, ഓരോ ആളുകളെ ഞാൻ അവിടെ തന്നെ മാർക്ക് ചെയ്തിട്ടുണ്ട്. കണ്ടുപിടിക്കേണ്ടത് ബേസ്, പാദം.
അപ്പോൾ ബേസ് കണ്ടുപിടിക്കാൻ പാദം ഇസ് ഈക്വൽ ടു റൂട്ട് ഓഫ് എന്താണ് ഇക്വേഷൻ ഹൈപ്പോട്ടന്യൂസ് സ്ക്വയർ മൈനസ് ഓൾട്ടിറ്റ്യൂഡ് സ്ക്വയർ. എനിക്ക് ഇത് കറക്റ്റ് വന്നില്ലെങ്കിൽ എന്തോ പോലെ തോന്നും, അതുകൊണ്ടാണ് ഇടക്കിടക്ക് വായിക്കുന്നത്. ഓക്കെ, കർണം സ്ക്വയർ മൈനസ് ബേസ് കണ്ടുപിടിക്കാനാണെങ്കിൽ ഓൾട്ടിറ്റ്യൂഡ് സ്ക്വയർ പാദം സ്ക്വയർ. കർണം എന്ന് പറയുന്നത് എത്ര സെന്റിമീറ്റർ? 10 സെന്റിമീറ്റർ ആണെന്നറിയാം. 10 സ്ക്വയർ മൈനസ് ഓൾട്ടിറ്റ്യൂഡ് എത്രയാണ്? 8 സ്ക്വയർ. അവിടെ ഒരു റൈറ്റ് ട്രയാങ്കിൾ ഫോം ചെയ്തിട്ടുണ്ട് കേട്ടോ. അങ്ങനെയാണ് നമ്മൾ ഒ സി എന്ന് പറയുന്ന ലെങ്ത് കണ്ടുപിടിക്കാൻ പോകുന്നത്. ഒ സി എത്രയാണോ അത് തന്നെയായിരിക്കും ഒ എയും കേട്ടോ. അപ്പോൾ അവർ തമ്മിൽ കൂട്ടിയാൽ നമുക്ക് ആ ഒരു ടോട്ടൽ ഡയഗണൽ എ സിയുടെ ലെങ്ത് കിട്ടേ. ഓക്കെ, അതായത് റൂട്ട് ഓഫ് 100 മൈനസ് 64 എത്ര വന്നു? റൂട്ട് 36 എന്ന് വന്നു. ഓക്കെ ആണല്ലോ. റൂട്ട് 36 എത്രയാണ്? 6 സെന്റിമീറ്റർ. ക്ലിയർ. അതായത് ഒ സി എന്ന് പറയുന്നത് 6 സെന്റിമീറ്റർ ആണെങ്കിൽ ഒ എ എന്ന് പറയുന്നതും 6 സെന്റിമീറ്റർ തന്നെ ആയിരിക്കും. ഓക്കെ അല്ലേ? കാരണം അവർ ഡയഗണൽസ് ആണ്, പെർപെൻഡിക്കുലർ ബൈസെക്ടേഴ്സ് ആണ്, ലംബ സമഭാജികളാണ്. ടോട്ടൽ 12 സെന്റിമീറ്ററിനെ പകുതിയായിട്ട് ഭാഗിക്കുന്നുണ്ട്. ക്ലിയർ ആണല്ലോ. ഓക്കെ, അപ്പോൾ അതാ നമുക്ക് കിട്ടി D1 അല്ലേ? D1 അല്ലേ എ സി എന്ന് പറയുന്നത്? എ സി D1 എന്ന് പറഞ്ഞാൽ 6+6 അതായത് 12 സെന്റിമീറ്റർ ആണെന്ന് കിട്ടി. അപ്പോൾ രണ്ടാമത്തെ ഡയഗണൽ കിട്ടി. ഓക്കെ അല്ലേ? ക്ലിയർ അല്ലേ? അപ്പോൾ ഫസ്റ്റ് ഡയഗണൽ എന്ന് പറയുന്നത് ഫസ്റ്റ് ഡയഗണൽ ആണ് കേട്ടോ ഞാൻ ഇപ്പോൾ D1 നമുക്ക് 16 എടുത്തിട്ട് D2 കണ്ടുപിടിക്കാന്ന് പറഞ്ഞാൽ ശരിയാണ് കേട്ടോ. ഓക്കെ, 2 ഡയഗണൽസും കിട്ടി. ക്ലിയർ ആണല്ലോ. സോറി, ഒരു ഡയഗണൽ കിട്ടി, പറഞ്ഞാൽ നമുക്ക് ഓൾറെഡി ക്വസ്റ്റ്യൻ തന്നിട്ടുണ്ടായിരുന്നു. ഇനി സെക്കൻഡ് ക്വസ്റ്റ്യൻ നോക്കാം. സെക്കൻഡ് ക്വസ്റ്റ്യൻ, വാട്ട് ഈസ് ദി ഏരിയ ഓഫ് ദി റോംബസ്? സിമ്പിൾ. ഏരിയ പരപ്പളവ് കണ്ടുപിടിക്കുക. എന്താണ് ഇക്വേഷൻ? ഹാഫ് D1 ഇൻറ്റു D2. അതായത് ഹാഫ് ഇൻറ്റു D1. ഇപ്പോൾ കണ്ടുപിടിച്ചു. D1 എത്രയാണ്? 12 സെന്റിമീറ്റർ ഇൻറ്റു D2 എത്രയാണ്? 16 സെന്റിമീറ്റർ. ക്ലിയർ ആണല്ലോ. അയ്യോ, ഞാൻ വീണ്ടും 12 എഴുതി. 16 സെന്റിമീറ്റർ. 2 ഇങ്ങനെ കട്ട് ചെയ്ത് കളയാം. എത്രയാണ്? 6 കട്ട് ചെയ്യാം. ദാറ്റ് ഈസ് 6 ഇൻറ്റു 16 എത്ര? 6 36, 6 ശിഷ്ടം 1 96 സെന്റിമീറ്റർ സ്ക്വയർ എന്ന് വരും. ക്ലിയർ ആണല്ലോ. ഓക്കെ ആണല്ലോ. അപ്പോൾ ഡയഗണൽസ് കിട്ടിയാൽ ഇപ്പോൾ ഏരിയ കണ്ടുപിടിക്കാനും മനസ്സിലായല്ലോ. ജസ്റ്റ് D1 ഇൻറ്റു D2 എടുത്തിട്ട് ഹാഫ് എടുക്കുക, അവൻ്റെ പകുതി എടുക്കുക. ഞാനിവിടെ 16 കളയണമെങ്കിൽ 16 വെട്ടിക്കളയാം. ഞാനിപ്പോൾ 12 കളഞ്ഞത്. എങ്ങനെ വേണമെങ്കിലും ചെയ്യാം. അപ്പോൾ ഈ ഒരു ക്വസ്റ്റ്യൻ ക്ലിയർ ആയെന്ന് കരുതുന്നു. ഇനി അടുത്ത ക്വസ്റ്റ്യനിലോട്ട് പോയാലോ? നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ സ്റ്റാർട്ട് ചെയ്യാം. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് വാട്ട് ഈസ് ദി ഡിസ്റ്റൻസ് ബിറ്റ്വീൻ ദി ഓപ്പോസിറ്റ് സൈഡ്സ്? അതായത് ഈ ഒരു റോംബസ്, അതായത് നമുക്കറിയാം ഇവൻ 10 സെന്റിമീറ്റർ, ഇവൻ 10 സെന്റിമീറ്റർ, ഇവൻ 10 സെന്റിമീറ്റർ, ഇവൻ 10 സെന്റിമീറ്റർ ആണെന്നൊക്കെ അറിയാം. ഓപ്പോസിറ്റ് സൈഡ്സുകൾ തമ്മിലുള്ള അകലം എത്രയാണ്? അതായത് ഈ 2 സൈഡുകൾ തമ്മിലുള്ള അകലം 90 ഡിഗ്രിയിൽ വരക്കുന്നതാണ് അകലം. ഓക്കെ, ഈ ഒരു ഹൈറ്റ്, ഇവൻ്റെ ഹൈറ്റ് ഉയരം എന്ന് വേണമെങ്കിലും പറയാം. ഇത് നമുക്ക് കണ്ടുപിടിക്കണം. മിസ് പറഞ്ഞു ഈ ഒരു റോംബസ് എന്ന് പറയുന്നത് പാരലലോഗ്രാം തന്നെയാണ് അല്ലേ? അതൊരു സമാന്തരികം തന്നെയാണ്. അപ്പോൾ റോംബസിൻ്റെ ഇക്വേഷൻ ഇവിടെ യൂസ് ചെയ്യാലോ, ബേസ് ഇൻറ്റു ഹൈറ്റ് അല്ലേ? അപ്പോൾ നമുക്ക് ഏരിയ, ഈ ഒരു റോംബസിൻ്റെ ഏരിയ എന്ന് പറയുന്നത് 96 സെൻറ്റിമീറ്റർ സ്ക്വയർ ആണ്. നമുക്ക് ഓൾറെഡി കിട്ടിയിട്ടുണ്ട്. ഓക്കെ, 96 സെൻറ്റിമീറ്റർ സ്ക്വയർ ആണ്. ഇനി ഈ റോംബസ് എന്ന് പറയുന്നതും എന്താണ്? അവനും ഒരു പാരലലോഗ്രാം ആണ് അല്ലേ, ഒരു സമാന്തരികമാണ്. അപ്പോൾ അവൻ്റെ ഏരിയയുടെ ഇക്വേഷൻ ഇതിൽ തന്നെ അപ്ലൈ ചെയ്യാം അല്ലേ? അതായത് ഏരിയ ഹാഫ് D1 ഇൻറ്റു D2 ആണ്. D1 D2 വെച്ചിട്ട് നമ്മൾ ഏരിയ കണ്ടുപിടിച്ചു. ഈ റോംബസ് എന്ന് പറയുന്നത് പാരലലോഗ്രാം കൂടി ആയതുകൊണ്ട് പാരലലോഗ്രാമിൻ്റെ ഇക്വേഷൻ കൊടുക്കാൻ പോകുന്നു. ബേസ് ഇൻറ്റു ഹൈറ്റ് എന്ന് പറഞ്ഞാലും 96 തന്നെ വരും. ഓക്കെ അല്ലേ? ക്ലിയർ അല്ലേ? അപ്പോൾ ഏരിയ ഈസ് ഈക്വൽ ടു ബേസ് ഇൻറ്റു ഹൈറ്റ് ഈസ് ഈക്വൽ ടു 96 സെൻറ്റിമീറ്റർ സ്ക്വയർ ആണ്. ബേസ് എന്ന് പറഞ്ഞാൽ ഒരു സൈഡ് ആണല്ലേ, ആ സൈഡ് നമുക്ക് അറിയാം 10 സെൻറ്റിമീറ്റർ. ദാറ്റ് ഈസ് 10 ഇൻറ്റു ഹൈറ്റ് എന്ന് പറഞ്ഞാൽ എന്താണ്? ഈ ഒരു 10 സെൻറ്റിമീറ്ററിലേക്ക് ഓപ്പോസിറ്റ് സൈഡിൽ നിന്ന് വരക്കുന്ന അകലം, അതാണ് കണ്ടുപിടിക്കാൻ പറഞ്ഞിരിക്കുന്നത്. H ആയിട്ട് കൊടുത്തിട്ടുണ്ട്. H ഈസ് ഈക്വൽ ടു 96. ഇതിൽ നിന്ന് സുഖമായിട്ട് H കണ്ടുപിടിക്കാമല്ലോ. H കണ്ടുപിടിക്കാൻ ഇൻറ്റു 10 ഈക്വൽറ്റിന് അപ്പുറത്തോട്ട് പോയി കഴിഞ്ഞാൽ ഡിവൈഡഡ് ബൈ 10 ആകും. ദാറ്റ് ഈസ് 96/10 എത്ര വരോടാ? 9.6 സെൻറ്റിമീറ്റർ. കാരണം അറിയാലോ, ഡിവിഷൻ 10 0 ഉണ്ട്, ഒരു 0 ഉള്ളതുകൊണ്ട് ഒരു സ്ഥാനം നീക്കിയിട്ട് പോയിന്റ് ഇടാം. ഓക്കെ, അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് ഈ ഒരു ചാപ്റ്ററിൽ തിയറി പാർട്ട്, തിയറി മീൻസ് പ്രോബ്ലം ആൻഡ് പ്രൂഫ് ക്വസ്റ്റിൻ്റെ സെക്ഷനിലുള്ളത്. അപ്പോൾ ഒന്നുകൂടി ഞാനത് പഠിച്ച കാര്യങ്ങൾക്കൊന്ന് പറഞ്ഞേക്കാം. എന്താണ് നമ്മൾ ആദ്യം പഠിച്ചത്? പാരലലോഗ്രാം പഠിച്ചല്ലേ? ഓപ്പോസിറ്റ് സൈഡ്സ് ആർ പാരലൽ ആൻഡ് ഈക്വൽ, ഡയഗണൽസ് ബൈസെക്ട് ഈച്ച് അതർ ആൻഡ് ഓപ്പോസിറ്റ് ആംഗിൾസ് ആർ ഓൾസോ ഈക്വൽ. ഇവൻ്റെ ഏരിയ ബേസ് ഇൻറ്റു ഹൈറ്റ്, പാദം ഇൻറ്റു ഉയരം.
ഇനി റോംബസിന്റെ എല്ലാ വശങ്ങളും തുല്യമായി കഴിഞ്ഞാൽ പാരലലോഗ്രാമിന്റെ എല്ലാ വശങ്ങളും തുല്യമായി കഴിഞ്ഞാൽ അതൊരു റോംബസ് ആകും. റോംബസിന്റെ ഓൾ സൈഡ്സ് ആർ ഈക്വൽ ആൻഡ് ഓപ്പോസിറ്റ് സൈഡ്സ് ആർ പാരലൽ, സെയിം തന്നെയാണ്. ആൻഡ് വെരി വെരി ഇമ്പോർട്ടൻറ്റ് പോയിന്റ്, വളരെ ഇമ്പോർട്ടൻറ്റ് പോയിന്റ് ആണ്. ഇവർ എന്ത് ചെയ്യുന്നുണ്ട്? ലംബ സമഭാജികളാണ്. ഇവർ പെർപെൻഡിക്കുലർ ബൈസെക്ടേഴ്സ് ആണ്. ആര്? ഡയഗണൽസ്, വികർണങ്ങൾ. സോ ഇവന്റെ ഏരിയ എന്ന് പറഞ്ഞാൽ ഹാഫ് d1 ഇൻറ്റു d2. ബേസ് ഇൻറ്റു ഹൈറ്റ് കൊടുത്തു കഴിഞ്ഞാലും ശരി തന്നെയാണ്, കാരണം പാരലലോഗ്രാം തന്നെയാണ് ഈ റോംബസ് എന്ന് പറയുന്നത്. ഓക്കെ, എല്ലാ സൈഡും ഈക്വൽ ആകുമ്പോൾ പാരലലോഗ്രാമിനെ റോംബസ് എന്ന് നമ്മൾ വിളിക്കുന്നു. അത്രേ ഉള്ളൂ കേട്ടോ. ഓക്കെ, അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് തിയറി ആൻഡ് പ്രോബ്ലം പാർട്ടിൽ നമുക്കുള്ളത്. ആൻഡ് ഇതിൻ്റെ വരക്കുന്ന ക്വസ്റ്റ്യൻസ് എല്ലാം അടുത്ത ക്ലാസ് ആയിട്ട് അശ്വതി മിസ് വരുന്നതായിരിക്കും കേട്ടോ. ഓക്കെ, അപ്പോൾ അടിപൊളിയായിട്ട് പഠിക്കുക. നമുക്കിനി അടുത്ത ചാപ്റ്റർ ആയിട്ട് കാണാം. ഓക്കെ, ബൈ ബൈ ബൈ, താങ്ക് യു.